ഏറ്റവും കൂടുതൽ ആനകളുള്ള രാജ്യമേത്? ടാൻസാനിയ. കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ ടാൻസാനിയയിലാണ് ഏറ്റവും കൂടുതൽ ആഫ്രിക്കൻ ആനകളുള്ളത്. സെറംഗെറ്റി പോലുള്ള ദേശീയോദ്യാനങ്ങൾ ആനകളുടെ സംരക്ഷണത്തിന് പേരുകേട്ടതാണ്. എമിറേറ്റ്സ് ഏത് രാജ്യത്തെ വിമാന സർവീസാണ്? UAE, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എമിറേറ്റ്സ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ ഒരു പ്രമുഖ വിമാനക്കമ്പനിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ വിമാനക്കമ്പനികളിൽ ഒന്നാണിത്. ഖജുരാഹോ ക്ഷേത്രം പണികഴിപ്പിച്ചത് ആര്? ചന്ദേലന്മാർ. മധ്യപ്രദേശിലെ ഖജുരാഹോ ക്ഷേത്രങ്ങൾ ചന്ദേല രാജവംശമാണ് 9-ാം നൂറ്റാണ്ടിനും 12-ാം നൂറ്റാണ്ടിനും ഇടയിൽ നിർമ്മിച്ചത്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഈ ക്ഷേത്രങ്ങൾ ശില്പങ്ങൾക്കും വാസ്തുവിദ്യയ്ക്കും പേരുകേട്ടതാണ്. എലിവിഷമായി ഉപയോഗിക്കുന്ന രാസവസ്തു ഏത്? സിങ്ക് ഫോസ്ഫൈഡ്. സിങ്ക് ഫോസ്ഫൈഡ് ഒരു സാധാരണ എലിവിഷമാണ്. ഇത് ദഹനവ്യവസ്ഥയിൽ വിഷാംശം പുറത്തുവിടുന്നു. ഇത് എലികളെയും മറ്റ് കീടങ്ങളെയും നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്നു. ഗാന്ധിജി ഇടപെട്ട കേരളത്തിലെ ആദ്യ സത്യാഗ്രഹം ഏത്? വൈക്കം സത്യാഗ്രഹം 1924 മുതൽ 25 വരെ. കേരളത്തിൽ നടന്ന വൈക്കം സത്യാഗ്രഹത്തിൽ മഹാത്മാഗാന്ധി നേരിട്ട് ഇടപെട്ടിരുന്നു. ക്ഷേത്രപ്രവേശനത്തിനും അയിത്തതിനെതിരെയും നടന്ന ഈ പ്രക്ഷോഭത്തിന് ഗാന്ധിജിയുടെ പിന്തുണ വലിയ ഊർജ്ജം പകർന്നു. കണ്ണുനീർ ഉത്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏത്? ലാക്രിമൽ ഗ്രന്ഥി. കണ്ണിന്റെ മുകൾ ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ലാക്രിമൽ ഗ്രന്ഥികളാണ് കണ്ണുനീർ ഉത്പാദിപ്പിക്കുന്നത്. കണ്ണിനെ ഈർപ്പമുള്ളതാക്കാനും അണുബാധയിൽ നിന്ന് സംരക്ഷിക്കാനും കണ്ണുനീർ സഹായിക്കുന്നു. എവറസ്റ്റ് കൊടുമുടി 17 തവണ കയറി റെക്കോർഡ് സൃഷ്ടിച്ച പർവ്വതാരോഹകനാര്? അപ്പ ഷെർപ്പ. നേപ്പാളിലെ പ്രശസ്തനായ ഷെർപ്പ പർവ്വതാരോഹകനാണ് അപ്പ ഷെർപ്പ. 2000 തുടക്കത്തിൽ അദ്ദേഹം 21 തവണ എവറസ്റ്റ് കീഴടക്കി റെക്കോർഡ് നേടിയിരുന്നു. റഷ്യയിലെ ജനാധിപത്യ പരിഷ്കാരങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഗോർബച്ചേവ്. സോവിയറ്റ് യൂണിയന്റെ അവസാനത്തെ പ്രസിഡന്റായിരുന്ന മിഖായേൽ ഗോർബച്ചേവ് ഗ്ലാസ്നോസ്റ്റ്, തുറന്ന മനസ്സ്, പെരിസ്ട്രോയിക്ക, പുനർനിർമ്മാണം എന്നീ പരിഷ്കാരങ്ങളിലൂടെ സോവിയറ്റ് യൂണിയനിൽ ജനാധിപത്യവൽക്കരണത്തിന് തുടക്കമിട്ടു. ഈ നയങ്ങൾ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്കും കാരണമായി. റാഫേൽ ഏത് രാജ്യത്തെ ചിത്രകാരനായിരുന്നു? ഇറ്റലി. നവോത്ഥാന കാലഘട്ടത്തിലെ പ്രശസ്തനായ ഇറ്റാലിയൻ ചിത്രകാരനും വാസ്തുശില്പിയുമായിരുന്നു റാഫേൽ. അദ്ദേഹത്തിന്റെ മഡോണ ആൻഡ് ചൈൽഡ് ചിത്രങ്ങൾ ലോകപ്രശസ്തമാണ്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയത് ആര്? റോബർട്ട് ക്ലൈവ്. 1757-ലെ പ്ലാസി യുദ്ധത്തിൽ വിജയിച്ചതോടെ റോബർട്ട് ക്ലൈവ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകി. പിന്നീട് അദ്ദേഹം ബംഗാളിന്റെ ഗവർണറായി സേവനമനുഷ്ഠിച്ചു. കഴുത്തിന് നീളം ഏറ്റവും കൂടുതലുള്ള ജീവി ഏത്? ജിറാഫ്. ഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ സസ്തനികളാണ് ജിറാഫുകൾ. അവയുടെ കഴുത്തിന് അസാധാരണമായ നീളമുണ്ട്. മരങ്ങളിലെ ഉയരം കൂടിയ ഇലകൾ ഭക്ഷിക്കാൻ ഇത് അവയെ സഹായിക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റേഡിയം ഏത്? കൊൽക്കത്തയിലെ യുവഭാരതി സ്റ്റേഡിയം, വിവേകാനന്ദ യുവഭാരതി ക്രീഡങ്കൻ. കൊൽക്കത്തയിലെ സാൾട്ട് ലേക്കിലുള്ള യുവഭാരതി ക്രീഡങ്കൻ സാൾട്ട് ലേക്ക് സ്റ്റേഡിയം ആയിരുന്നു ഒരു കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റേഡിയം. നിലവിൽ ഗുജറാത്തിലെ നരേന്ദ്രമോദി സ്റ്റേഡിയമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റേഡിയം. ശവകുടീരം ഇന്ത്യയ്ക്ക് വെളിയിൽ സ്ഥിതി ചെയ്യുന്ന മുഗൾ ചക്രവർത്തിമാർ ആരെല്ലാം? ബാബറും കാബൂൾ, ജഹാംഗീറും ലാഹോർ. മുഗൾ ചക്രവർത്തിമാരായ ബാബറിന്റെ ശവകുടീരം അഫ്ഗാനിസ്ഥാനിലെ കാബൂളിലും ജഹാംഗീറിന്റേത് പാകിസ്ഥാനിലെ ലാഹോറിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് മുഗൾ സാമ്രാജ്യത്തിന്റെ ഭൂമിശാസ്ത്രപരമായ വ്യാപനം സൂചിപ്പിക്കുന്നു. വിവരാവകാശ പ്രസ്ഥാനം ആരംഭിച്ച സംസ്ഥാനം ഏത്? രാജസ്ഥാൻ. ഇന്ത്യയിൽ വിവരാവകാശ പ്രസ്ഥാനം ആദ്യമായി ആരംഭിച്ചത് രാജസ്ഥാനിലാണ്. മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ MKSS എന്ന സംഘടനയാണ് ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. ഇത് പിന്നീട് വിവരാവകാശ നിയമത്തിന് വഴിതെളിയിച്ചു. അർജുൻ ദേവിനെ വധിച്ച മുഗൾ ചക്രവർത്തി ആര്? ജഹാംഗീർ. സിഖ് ഗുരുവായ ഗുരു അർജുൻ ദേവിനെ മുഗൾ ചക്രവർത്തിയായ ജഹാംഗീർ 1606-ൽ വധിച്ചു.
ഇത് സിഖ് മതാനുയായികളെയും മുഗൾ ഭരണത്തെയും തമ്മിൽ വഷളാക്കിയ ഒരു പ്രധാന സംഭവമായിരുന്നു. ആത്മകഥ രചിച്ച ആദ്യ മുഗൾ രാജാവ് ആര്? ബാബർ. മുഗൾ സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായ ബാബർ തുർക്കി ഭാഷയിൽ തന്റെ ആത്മകഥയായ ബാബർനാമ രചിച്ചു. ഈ കൃതി അദ്ദേഹത്തിന്റെ ജീവിതത്തെയും മുഗൾ സാമ്രാജ്യത്തിന്റെ ആദ്യകാല ചരിത്രത്തെയും കുറിച്ചുള്ള വിലപ്പെട്ട വിവരങ്ങൾ നൽകുന്നു. അമൃത്സർ നഗരത്തിന് അടിത്തറയിട്ട സിഖ് ഗുരു ആര്? രാംദാസ്. നാലാമത്തെ സിഖ് ഗുരുവായ ഗുരു രാംദാസ് ആണ് പഞ്ചാബിലെ പുണ്യനഗരമായ അമൃത്സറിന് അടിത്തറയിട്ടത്. സിഖ് മതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയമായ സുവർണക്ഷേത്രം ഹർമന്ദിർ സാഹിബ് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും നീളം കൂടിയ വാലുള്ള മൃഗം ഏത്? ജിറാഫ്. ജിറാഫിനാണ് കരയിലെ ജീവികളിൽ ഏറ്റവും നീളം കൂടിയ വാൽ ഉള്ളത്. അതിന്റെ നീണ്ട കഴുത്തുപോലെ തന്നെ വാൽ ശരീരത്തിന്റെ സന്തുലിതാവസ്ഥയ്ക്കും പ്രാധാന്യമർഹിക്കുന്നു. വിപ്ലവാനന്തര ഫ്രാൻസിന്റെ ആദ്യ കോൺസലായി അധികാരമേറ്റത് ആര്? നെപ്പോളിയൻ. ഫ്രഞ്ച് വിപ്ലവത്തിനു ശേഷം 1799-ൽ നെപ്പോളിയൻ ബോണപർട്ട് ഫ്രാൻസിന്റെ ആദ്യ കോൺസലായി അധികാരമേറ്റു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഫ്രാൻസ് യൂറോപ്പിൽ ഒരു പ്രധാന ശക്തിയായി മാറി. എത്ര വിനാഴികയാണ് ഒരു നാഴിക? 60. കേരളത്തിലെയും മറ്റു ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിലെയും പരമ്പരാഗത സമയഗണനാ രീതി അനുസരിച്ച് 60 വിനാഴിക ചേർന്നതാണ് ഒരു നാഴിക. ഒരു നാഴിക ഏകദേശം 24 മിനിറ്റിന് തുല്യമാണ്. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ആദ്യ വനിത ആര്? ബർത്ത വോൺ സട്നർ, ഓസ്ട്രിയ. ഓസ്ട്രിയൻ എഴുത്തുകാരിയും സമാധാന പ്രവർത്തകയുമായിരുന്ന ബർത്ത വോൺ സട്നർക്ക് 1905-ൽ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. ലേ ഡൗൺ യോർ ആംസ് എന്ന അവരുടെ നോവൽ യുദ്ധവിരുദ്ധ പ്രസ്ഥാനങ്ങൾക്ക് പ്രചോദനമായി. ഏറ്റവും ക്രിയാശീലമുള്ള മൂലകം ഏത്? ഫ്ലൂറിൻ. ഏറ്റവും കൂടുതൽ രാസപ്രവർത്തനശേഷിയുള്ള മൂലകമാണ് ഫ്ലൂറിൻ. ഇതിന് ഇലക്ട്രോനെഗറ്റിവിറ്റി വളരെ കൂടുതലാണ്. വിറ്റികൾച്ചർ എന്തിന്റെ കൃഷിയാണ്? മുന്തിരി. മുന്തിരി കൃഷിയെയും വീഞ്ഞ് ഉത്പാദനത്തെയും കുറിച്ചുള്ള പഠനത്തെയും കൃഷിയെയും വിറ്റികൾച്ചർ എന്ന് പറയുന്നു. ലോകമെമ്പാടും മുന്തിരി കൃഷിക്ക് വലിയ പ്രാധാന്യമുണ്ട്. സസ്യകോശം കണ്ടുപിടിച്ചത് ആര്? റോബർട്ട് ഹുക്ക്. 1665-ൽ റോബർട്ട് ഹുക്ക് തന്റെ മൈക്രോസ്കോപ്പിലൂടെ കോർക്കിലെ കോശങ്ങളെ നിരീക്ഷിച്ച് സെൽ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചു. ഇത് സസ്യകോശങ്ങളെക്കുറിച്ചുള്ള ആദ്യകാല കണ്ടെത്തലുകളിൽ ഒന്നായിരുന്നു. ഇന്ത്യയിൽ ഏറ്റവും കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ലോഹിത്. അരുണാചൽ പ്രദേശിലെ ലോഹിത് ജില്ല ഇന്ത്യയിൽ ഏറ്റവും കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ജില്ലകളിൽ ഒന്നാണ്. കിബിത്തു ലോഹിത് ജില്ലയിലെ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള ഒരു ഗ്രാമമാണ്. സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് ആര്? റോബർട്ട് ഓവൻ. ബ്രിട്ടീഷ് സാമൂഹിക പരിഷ്കർത്താവായ റോബർട്ട് ഓവനെ ആധുനിക സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവായി കണക്കാക്കുന്നു. തൊഴിലാളികളുടെ ക്ഷേമത്തിനും സാമൂഹിക നീതിക്കും വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചു. വാകാടക വംശം സ്ഥാപിച്ചത് ആര്? വിന്ധ്യാശക്തി. 4-ാം നൂറ്റാണ്ടിൽ മധ്യേന്ത്യയിൽ ശക്തരായിരുന്ന വാകാടക രാജവംശം സ്ഥാപിച്ചത് വിന്ധ്യാശക്തിയാണ്. ഗുപ്തസാമ്രാജ്യവുമായി അവർക്ക് വിവാഹബന്ധങ്ങളുണ്ടായിരുന്നു. ഓക്സിജന് ആ പേര് നൽകിയത് ആര്? ലാവോസിയർ. ആധുനിക രസതന്ത്രത്തിന്റെ പിതാവായി കണക്കാക്കപ്പെടുന്ന അന്റോയിൻ ലാവോസിയർ ആണ് ഓക്സിജൻ എന്ന പേര് നൽകിയത്. ദഹനം, ശ്വാസം തുടങ്ങിയ പ്രതിഭാസങ്ങളിൽ ഓക്സിജന്റെ പങ്ക് അദ്ദേഹം തിരിച്ചറിഞ്ഞു. വല്ലാർപാടും കണ്ടെയ്നർ ടെർമിനൽ ഏത് ജില്ലയിലാണ്? എറണാകുളം. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് കണ്ടെയ്നർ ടെർമിനലാണ് കൊച്ചിയിലെ വല്ലാർപാടം. എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഇത് രാജ്യത്തിന്റെ വ്യാപാര ഗതാഗതത്തിന് വലിയ സംഭാവന നൽകുന്നു. വർണ്ണാന്ത കണ്ടുപിടിച്ചത് ആര്? ജോൺ ഡാൾട്ടൺ. ബ്രിട്ടീഷ് രസതന്ത്രജ്ഞനും ഭൗതികശാസ്ത്രജ്ഞനുമായ ജോൺ ഡാൾട്ടൺ ആണ് വർണ്ണാന്തയെക്കുറിച്ച് ആദ്യമായി ശാസ്ത്രീയമായി പഠിച്ചത്. അദ്ദേഹത്തിന് തന്നെ വർണ്ണാന്ത ഉണ്ടായിരുന്നതുകൊണ്ട് ഇതിനെ ഡാൾട്ടണിസം എന്നും അറിയപ്പെടുന്നു. ഋഗ്വേദത്തിലെ തവളസ്തോത്രം വൈദിക കാലഘട്ടത്തിലെ എന്തിനെക്കുറിച്ച് വിവരം നൽകുന്നു? വിദ്യാഭ്യാസം.
ഋഗ്വേദത്തിലെ തവളസ്തോത്രം, മണ്ഡൂക സൂക്തം വിദ്യാർത്ഥികൾ ഒരു ഗുരുവിന്റെ ചുറ്റും ഇരുന്ന് വേദങ്ങൾ പഠിച്ചിരുന്ന രീതിയെക്കുറിച്ച് സൂചന നൽകുന്നു. ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ പ്രാധാന്യം ഇത് കാണിക്കുന്നു. ഏറ്റവും കൂടുതൽ അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷനുകളുള്ള രാജ്യമേത്? ബ്രിട്ടൻ, യുണൈറ്റഡ് കിങ്ഡം. യുണൈറ്റഡ് കിങ്ഡത്തിന് ചരിത്രപരമായും ഭരണപരമായും നിരവധി തദ്ദേശീയവും അഡ്മിനിസ്ട്രേറ്റീവുമായ ഡിവിഷനുകളുണ്ട്. ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ്, വെയിൽസ്, നോർത്തേൺ അയർലൻഡ് എന്നിവയ്ക്കെല്ലാം സ്വന്തമായ ഭരണപരമായ ഘടനകളുണ്ട്. ഏറ്റവും കൂടുതൽ മതങ്ങൾക്ക് ജന്മഭൂമിയായ വൻകര ഏത്? ഏഷ്യ. ലോകത്തിലെ പ്രധാന മതങ്ങളായ ഹിന്ദുമതം, ബുദ്ധമതം, ജൈനമതം, സിഖ് മതം, ക്രിസ്തുമതം, ഇസ്ലാം മതം എന്നിവയ്ക്ക് ജന്മം നൽകിയ വൻകരയാണ് ഏഷ്യ. ഈ മതങ്ങളെല്ലാം ഏഷ്യയിൽ നിന്നാണ് ലോകമെമ്പാടും പ്രചരിച്ചത്. ഉയരത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള പക്ഷി ഏത്? എമു. ഒട്ടകപ്പക്ഷി കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ പക്ഷിയാണ് എമു. ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന ഇവയ്ക്ക് പറക്കാൻ കഴിയില്ല. ഏത് രോഗത്തിന്റെ ചികിത്സക്കാണ് ക്ലോറോമൈസിഡിൻ ഉപയോഗിക്കുന്നത്? ടൈഫോയിഡ്. ടൈഫോയിഡ് പനി ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ആന്റിബയോട്ടിക്കാണ് ക്ലോറോമൈസിഡിൻ, ക്ലോറാംഫെനിക്കോൾ. സാൽമൊണല്ല ടൈഫി എന്ന ബാക്ടീരിയ മൂലമാണ് ടൈഫോയിഡ് ഉണ്ടാകുന്നത്. ഏറ്റവുമധികം പ്രോട്ടീൻ അടങ്ങിയ പയറുവർഗത്തിലെ സസ്യം ഏത്? സോയാബീൻ. പയറുവർഗത്തിൽ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള സസ്യമാണ് സോയാബീൻ. ഇത് മാംസത്തിന് പകരമായി ഉപയോഗിക്കാവുന്ന ഒരു നല്ല പ്രോട്ടീൻ സ്രോതസ്സാണ്. ജോളി ഗ്രാൻഡ് എയർപോർട്ട് എവിടെയാണ്? ഡെറാഡൂൺ. ഉത്തരാഖണ്ഡിന്റെ തലസ്ഥാനമായ ഡെറാഡൂണിലാണ് ജോളി ഗ്രാൻഡ് എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഡെറാഡൂൺ വിമാനത്താവളം എന്നും അറിയപ്പെടുന്നു. സൂര്യനിൽ നിന്ന് ഏറ്റവും അടുത്തായിരിക്കുമ്പോൾ ഭൂമിയുടെ സ്ഥാനത്തിന് പറയുന്ന പേര് എന്താണ്? പെരിഹീലിയൻ. സൂര്യനിൽ നിന്ന് ഭൂമി ഏറ്റവും അടുത്തായിരിക്കുന്ന അവസ്ഥയെ പെരിഹീലിയൻ എന്ന് പറയുന്നു. ഇത് സാധാരണയായി ജനുവരി മാസത്തിലാണ് സംഭവിക്കുന്നത്. ഏറ്റവും കൂടുതൽ പാലുള്ള ജീവി ഏത്? തിമിംഗലം. കടലിലെ ഭീമാകാരനായ തിമിംഗലത്തിന് ഏറ്റവും കൂടുതൽ കൊഴുപ്പും പോഷകങ്ങളും അടങ്ങിയ പാലാണുള്ളത്. കുഞ്ഞുങ്ങളുടെ അതിവേഗ വളർച്ചയ്ക്ക് ഇത് അത്യാവശ്യമാണ്. ഗീതഗോവിന്ദത്തെ അടിസ്ഥാനമാക്കിയുള്ള കേരളീയ നൃത്തവിശേഷം ഏത്? അഷ്ടപതിയാട്ടം. ജയദേവന്റെ ഗീതഗോവിന്ദത്തിലെ അഷ്ടപതികളെ അടിസ്ഥാനമാക്കി കേരളത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു നൃത്തരൂപമാണ് അഷ്ടപതിയാട്ടം. പിന്നീട് ഇത് കഥകളിയുടെ വികാസത്തിന് ഒരു പ്രചോദനമായി. ഏറ്റവും കൂടുതൽ ബുദ്ധമതക്കാരുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത്? മഹാരാഷ്ട്ര. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബുദ്ധമത വിശ്വാസികൾ വസിക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ഡോക്ടർ ബി.ആർ. അംബേദ്കറിന്റെ മതപരിവർത്തനത്തിന് ശേഷം നിരവധി ദളിതർ ബുദ്ധമതം സ്വീകരിക്കുകയുണ്ടായി. ഏത് തരം ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരമാണ് അഗ്മാർക്ക് സൂചിപ്പിക്കുന്നത്? കാർഷികോൽപ്പന്നങ്ങൾ. ഇന്ത്യയിലെ കാർഷികോൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനുള്ള ഒരു സർട്ടിഫിക്കേഷൻ മാർക്കാണ് അഗ്മാർക്ക്, AGMARK. കാർഷിക ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുന്നതിന് ഈ മുദ്ര അത്യാവശ്യമാണ്. കേരളത്തിലെ ആദ്യത്തെ പ്രിന്റിംഗ് പ്രസ് ഏത്? CMS പ്രസ്, കോട്ടയം. 1821-ൽ കോട്ടയത്ത് സ്ഥാപിച്ച CMS പ്രസ്സാണ് കേരളത്തിലെ ആദ്യത്തെ പ്രിന്റിംഗ് പ്രസ്. ബെഞ്ചമിൻ ബേലിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഇത് മലയാള ഭാഷയുടെ വളർച്ചയ്ക്ക് വലിയ സംഭാവന നൽകി. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ കേരള മുഖ്യമന്ത്രിയായത് ആര്? A.K. ആന്റണി. A.K. ആന്റണി 1977-ൽ തന്റെ 37-ാം വയസ്സിൽ കേരള മുഖ്യമന്ത്രിയായി. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഈ പദവിയിലെത്തുന്ന വ്യക്തി എന്ന റെക്കോർഡ് അദ്ദേഹത്തിനു സ്വന്തമാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാല ഏത്? അഞ്ചുതെങ്ങ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര കേന്ദ്രം അഞ്ചുതെങ്ങിലായിരുന്നു. കുരുമുളകും മറ്റ് സുഗന്ധദ്രവ്യങ്ങളും കൈകാര്യം ചെയ്യുന്നതിന് ഇത് പ്രധാനമായിരുന്നു. ഏറ്റവും കൂടുതൽ പബ്ലിക് ലൈബ്രറികളുള്ള രാജ്യമേത്? റഷ്യ. റഷ്യൻ ഫെഡറേഷന് ലോകത്തിലെ ഏറ്റവും വലിയ പൊതു ലൈബ്രറി ശൃംഖലയുണ്ട്.
വിദ്യാഭ്യാസം, സംസ്കാരം, വിവരസാങ്കേതികവിദ്യ എന്നിവയ്ക്ക് റഷ്യ വലിയ പ്രാധാന്യം നൽകുന്നു. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ കറുത്തവർഗക്കാരനാര്? റാൽഫ് ബഞ്ച്. 1950. 1950 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ കറുത്തവർഗക്കാരനാണ് റാൽഫ് ബഞ്ച്. പാലസ്തീനിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ഐക്യരാഷ്ട്രസഭയുടെ മധ്യസ്ഥനായി അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾക്കാണ് ഈ പുരസ്കാരം ലഭിച്ചത്. ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള ജലജീവി ഏത്? ഡോൾഫിൻ. ഡോൾഫിനുകൾക്ക് ഉയർന്ന ബുദ്ധിയും സാമൂഹികതയുമുള്ള ജലജീവികളാണ്. സങ്കീർണമായ ആശയവിനിമയ ശേഷിയും പ്രശ്നപരിഹാരത്തിനുള്ള കഴിവുകളും അവക്കുണ്ട്. ഇന്ത്യയിൽ ഏത് സ്ഥലത്തുനിന്നാണ് സതി എന്ന ആചാരം സംബന്ധിച്ച് ഏറ്റവും പഴക്കമുള്ള തെളിവ് ലഭിച്ചത്? ഇറാൻ. ഗുപ്തകാലഘട്ടത്തിലെ ഒരു രേഖയായ ഇറാൻ ശിലാലിഖിതത്തിൽ നിന്നാണ് സതി എന്ന ആചാരത്തെക്കുറിച്ചുള്ള ആദ്യകാല തെളിവുകൾ ലഭിക്കുന്നത്. ഭാനുഗുപ്തന്റെ സൈന്യാധിപന്റെ ഭാര്യ സതി അനുഷ്ഠിച്ചതായി ഈ രേഖ പറയുന്നു. ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോൾ അറിയപ്പെടുന്ന പേരെന്താണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. 1921 സ്ഥാപിതമായ ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയെ 1955 ദേശസാൽക്കരിച്ച് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ (SBI) എന്ന് പുനർനാമകരണം ചെയ്തു. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കാണ് SBI. ഏറ്റവും കൂടുതൽ നഗരവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ഇന്ത്യയിലെ മതവിഭാഗം ഏത്? പാഴ്സികൾ. ഇന്ത്യയിലെ പാഴ്സി മതവിഭാഗം പ്രധാനമായും നഗരപ്രദേശങ്ങളിലാണ് വസിക്കുന്നത്. അവരുടെ ഉയർന്ന വിദ്യാഭ്യാസ നിലവാരവും സാമ്പത്തിക ഭദ്രതയും നഗരവൽക്കരണത്തിന് കാരണമായിട്ടുണ്ട്. ഏത് രാജ്യത്താണ് കേംബ്രിഡ്ജ് സർവകലാശാല? ബ്രിട്ടൻ, യുണൈറ്റഡ് കിങ്ഡം. ലോകത്തിലെ ഏറ്റവും പ്രശസ്തവും പഴക്കമുള്ളതുമായ സർവകലാശാലകളിൽ ഒന്നായ കേംബ്രിഡ്ജ് സർവകലാശാല ബ്രിട്ടനിലാണ് സ്ഥിതി ചെയ്യുന്നത്. നിരവധി നോബൽ സമ്മാന ജേതാക്കളെ ഇത് സംഭാവന ചെയ്തിട്ടുണ്ട്. ഒളിമ്പിക് ചിഹ്നത്തിൽ ചുവപ്പ് വളയം പ്രതിനിധാനം ചെയ്യുന്ന വൻകര ഏത്? വടക്കേ അമേരിക്ക. ഒളിമ്പിക് ചിഹ്നത്തിലെ 5 വളയങ്ങൾ 5 വൻകരകളെ പ്രതിനിധീകരിക്കുന്നു. ചുവപ്പ് വളയം വടക്കേ അമേരിക്കയെയും നീല യൂറോപ്പിനെയും കറുപ്പ് ആഫ്രിക്കയെയും പച്ച ഓഷ്യാനിയയെയും മഞ്ഞ ഏഷ്യയെയും സൂചിപ്പിക്കുന്നു. അജണ്ട 21 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പരിസ്ഥിതി സംരക്ഷണം. 1992 റിയോ ഡി ജനീറോയിൽ നടന്ന ഭൗമ ഉച്ചകോടിയിൽ അംഗീകരിച്ച സുസ്ഥിര വികസനത്തിനായുള്ള ഒരു സമഗ്ര കർമ്മ പദ്ധതിയാണ് അജണ്ട 21. 21ാം നൂറ്റാണ്ടിലെ പാരിസ്ഥിതിക വെല്ലുവിളികളെ നേരിടാൻ ഇത് ലക്ഷ്യമിടുന്നു. ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള പക്ഷി ഏത്? ഒട്ടകപ്പക്ഷി. ഒട്ടകപ്പക്ഷിക്ക് ഏകദേശം 50 മുതൽ 70 വരെ വർഷം വരെ ആയുസ്സുണ്ട്. ഏറ്റവും വലിയ പക്ഷി കൂടിയായ ഇത് വരണ്ട കാലാവസ്ഥയിൽ അതിജീവിക്കാൻ കഴിവുള്ളവയാണ്. ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള ജന്തു ഏത്? ആമ. ആമകൾക്ക് വളരെ ഉയർന്ന ആയുർദൈർഘ്യമുണ്ട്. ചില ഇനങ്ങൾക്ക് 150 വർഷത്തിലധികം ജീവിക്കാൻ കഴിയും. അവയുടെ സാവധാനത്തിലുള്ള മെറ്റബോളിസമാണ് ഇതിനൊരു കാരണം. കാർഗിൽ യുദ്ധം നടന്ന വർഷം ഏത്? 1999. 1999 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കാശ്മീരിലെ കാർഗിൽ പ്രദേശത്ത് നടന്ന യുദ്ധമാണ് കാർഗിൽ യുദ്ധം. ഓപ്പറേഷൻ വിജയ് എന്ന പേരിൽ ഇന്ത്യൻ സൈന്യം പാക് നുഴഞ്ഞുകയറ്റക്കാരെ തുരത്തി വിജയം നേടി. കാൽസ്യം ക്ലോറോ ഹൈപ്പോക്ലോറൈഡ് സാധാരണയായി അറിയപ്പെടുന്നത് എന്താണ്? ബ്ലീച്ചിംഗ് പൗഡർ. കാൽസ്യം ക്ലോറോ ഹൈപ്പോക്ലോറൈഡ് അഥവാ ബ്ലീച്ചിംഗ് പൗഡർ വെള്ളം ശുദ്ധീകരിക്കുന്നതിനും അണുനശീകരണത്തിനും ഉപയോഗിക്കുന്നു. ക്ലോറിന്റെ ശക്തമായ ഓക്സിഡേഷൻ ഗുണങ്ങളാണ് ഇതിന് കാരണം. വ്യാവസായിക മലിനീകരണത്തിന്റെ ഫലമായി ഉണ്ടായ മാർജ്ജാര നൃത്തരോഗം മെനാമാറ്റ ഡിസീസ് ആദ്യമായി കാണപ്പെട്ട രാജ്യം ഏത്? ജപ്പാൻ. വ്യാവസായിക മലിനീകരണത്തിന്റെ ഫലമായി മെർക്കുറി വിഷബാധയേറ്റ് ജപ്പാനിൽ ആദ്യമായി കണ്ടുപിടിച്ച രോഗമാണ് മിനാമാറ്റ് രോഗം. ഈ രോഗത്തിന് മാർജ്ജാര നൃത്തരോഗം എന്നും പേരുണ്ട്. ഇത് നാഡീവ്യവസ്ഥയെ ബാധിക്കുന്നു. ഏത് രോഗികൾക്കാണ് റേഡിയേഷൻ തെറാപ്പി നൽകുന്നത്? ക്യാൻസർ. ക്യാൻസർ ചികിത്സയുടെ ഒരു പ്രധാന ഭാഗമാണ് റേഡിയേഷൻ തെറാപ്പി.
ഇത് ഉയർന്ന ഊർജ്ജമുള്ള രശ്മികൾ ഉപയോഗിച്ച് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുകയും ട്യൂമറുകളുടെ വളർച്ച തടയുകയും ചെയ്യുന്നു. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ മുങ്ങിക്കപ്പൽ ഏത്? INS ഷൽക്കി. ഇന്ത്യയിൽ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ മുങ്ങിക്കപ്പലാണ് INS ഷൽക്കി. ഇത് ഇന്ത്യൻ നാവികസേനയുടെ പ്രതിരോധശേഷിക്ക് വലിയ സംഭാവന നൽകി. ഏതു ഭൂമേഖലയിലാണ് ഡോൾഡ്രംസ് ഉണ്ടാകുന്നത്? ഭൂമധ്യരേഖാ പ്രദേശത്ത്. ഭൂമധ്യരേഖയ്ക്ക് സമീപമുള്ള കുറഞ്ഞ മർദ്ദമുള്ളതും കാറ്റില്ലാത്തതുമായ പ്രദേശങ്ങളെയാണ് ഡോൾഡ്രംസ് എന്ന് പറയുന്നത്. ഇവിടെ ശക്തമായ ലംബമായ വായു പ്രവാഹങ്ങളാണുള്ളത്. ഒളിമ്പിക്സ് ചിഹ്നത്തിൽ ഏഷ്യയെ പ്രതിനിധാനം ചെയ്യുന്ന നിറം ഏത്? മഞ്ഞ. ഒളിമ്പിക് ചിഹ്നത്തിലെ 5 വളയങ്ങളിൽ മഞ്ഞ വളയം ഏഷ്യൻ വൻകരയെയാണ് പ്രതിനിധീകരിക്കുന്നത്. ലോകത്തിലെ എല്ലാ വൻകരകളെയും ഒരുമിപ്പിക്കുക എന്നതാണ് ഈ ചിഹ്നത്തിന്റെ ആശയം. വായിക്കാൻ കഴിയാത്ത അവസ്ഥയ്ക്ക് പറയുന്ന പേര് എന്താണ്? അലെക്സിയ. തലച്ചോറിനേറ്റ ക്ഷതം കാരണം വായിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് അലെക്സിയ. ഇത് സാധാരണയായി പക്ഷാഘാതം അല്ലെങ്കിൽ മറ്റു മസ്തിഷ്ക രോഗങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാം. ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കപ്പെടുന്ന രാജ്യം ഏത്? പാപ്പുവ ന്യൂഗിനി. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കപ്പെടുന്ന രാജ്യമാണ് പാപ്പുവ ന്യൂഗിനി. 800-ലധികം തനത് ഭാഷകൾ ഇവിടെയുണ്ട്. കേരള സംസ്ഥാനത്തെ ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി ആര്? ആർ ശങ്കർ. 1962-ൽ കേരളത്തിന്റെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയായിരുന്ന ആർ ശങ്കർ സംസ്ഥാനത്തെ ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയായിരുന്നു. PSP കോൺഗ്രസ് സഖ്യസർക്കാരിനെയാണ് അദ്ദേഹം നയിച്ചത്. ഇന്ത്യയിൽ കൊച്ചി രാജ്യത്ത് അവിശ്വാസപ്രമേയം വഴി പുറത്തുപോയ ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിയാര്? ഡോക്ടർ AR മേനോൻ. കൊച്ചി രാജ്യത്ത് 1938-ൽ അവിശ്വാസപ്രമേയം വഴി പുറത്താക്കപ്പെട്ട ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിയായിരുന്നു ഡോക്ടർ AR മേനോൻ. ഇത് ഇന്ത്യയിലെ ആദ്യകാല പാർലമെന്ററി രാഷ്ട്രീയത്തിലെ ഒരു പ്രധാന സംഭവമായിരുന്നു. ഇന്ത്യയിൽ ധാതു പര്യവേക്ഷണത്തിന് ചുമതലപ്പെടുത്തിയിട്ടുള്ള സർക്കാർ സ്ഥാപനം ഏതാണ്? ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ധാതുവിഭവങ്ങൾ കണ്ടെത്താനും പര്യവേക്ഷണം ചെയ്യാനും ചുമതലപ്പെടുത്തിയിട്ടുള്ള പ്രധാന സർക്കാർ സ്ഥാപനമാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ GSI. 1851-ൽ ഇത് സ്ഥാപിതമായി. ഏറ്റവും കൂടുതൽ തവണ കോൺഗ്രസ് പ്രസിഡന്റായ വ്യക്തി ആര്? ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി പലതവണ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇത് സ്വാതന്ത്ര്യസമരത്തിലും സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യകാല രാഷ്ട്രീയത്തിലും അദ്ദേഹത്തിന്റെ സ്വാധീനം വ്യക്തമാക്കുന്നു. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ പഞ്ചായത്ത് ഏത്? വെങ്ങാനൂർ. തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ പഞ്ചായത്താണ് കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ പഞ്ചായത്ത്. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവരുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനും ഈ പഞ്ചായത്ത് മുൻഗണന നൽകി. ഇന്ത്യയിൽ ഇസ്ലാമിക ശൈലിയിൽ നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ മന്ദിരമായ കുവ്വത്തുൽ ഇസ്ലാം മോസ്കിന്റെ നിർമ്മാതാവ് ആര്? ഖുത്ബുദ്ദീൻ ഐബക്. ഡൽഹിയിലെ കുവ്വത്തുൽ ഇസ്ലാം മോസ്ക് ഇന്ത്യയിലെ ഇസ്ലാമിക ശൈലിയിൽ നിർമ്മിച്ച ആദ്യകാല മന്ദിരങ്ങളിൽ ഒന്നാണ്. ഡൽഹി സുൽത്താനത്തിന്റെ സ്ഥാപകനായ ഖുത്ബുദ്ദീൻ ഐബക് ആണ് 1192-ൽ ഇത് നിർമ്മിച്ചത്. ഒരു അർദ്ധവൃത്തം എത്ര ഡിഗ്രിയാണ്? 180. ഒരു പൂർണ്ണവൃത്തം 360 ഡിഗ്രിയാണ്. അതിന്റെ പകുതിയായ അർദ്ധവൃത്തം 180 ഡിഗ്രിയാണ്. കേരളത്തിലെ ആദ്യ വനിതാ മജിസ്ട്രേറ്റ് ആര്? ഓമനക്കുഞ്ഞമ്മ. കേരളത്തിലെ ആദ്യത്തെ വനിതാ മജിസ്ട്രേറ്റാണ് ഓമനക്കുഞ്ഞമ്മ. നിയമരംഗത്ത് സ്ത്രീകൾക്ക് വഴിതുറന്ന ഒരു പ്രധാന വ്യക്തിത്വമായിരുന്നു അവർ. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് പദത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ജോൺ എഫ് കെന്നഡി. 43-ാം വയസ്സിൽ അമേരിക്കൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ജോൺ എഫ് കെന്നഡി ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ പ്രസിഡന്റായ വ്യക്തിയാണ്. 1961-ൽ അധികാരമേറ്റ അദ്ദേഹത്തിന്റെ ഭരണകാലം ശീതയുദ്ധത്തിലും ബഹിരാകാശ മത്സരത്തിലും നിർണായകമായിരുന്നു. ഏത് നദിയിലുണ്ടായ വെള്ളപ്പൊക്കത്തിലാണ് സംഘകാല കൃതികൾ ഒലിച്ചുപോയത്? വൈഗ.
തമിഴ്നാട്ടിലെ മധുര നഗരത്തിലൂടെ ഒഴുകുന്ന വൈഗ നദിയിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ സംഘകാല സാഹിത്യത്തിലെ പല കൃതികളും നഷ്ടപ്പെട്ടതായി വിശ്വസിക്കപ്പെടുന്നു. സംഘകാലഘട്ടത്തിലെ സാഹിത്യങ്ങളുടെ നാശത്തിന് ഇത് ഒരു കാരണമായി പറയുന്നു. ഏറ്റവും കൂടുതൽ പാൽ ഉത്പാദിപ്പിക്കുന്ന കരയിലെ ജീവിയേത്? ആന. കരയിലെ ജീവികളിൽ ഏറ്റവും കൂടുതൽ പാൽ ഉത്പാദിപ്പിക്കുന്ന ജീവി ആനയാണ്. ഒരു ആനക്കുട്ടിക്ക് ഒരു ദിവസം ധാരാളം പാൽ ആവശ്യമാണ്. ഒളിമ്പിക്സിന്റെ മുദ്രാവാക്യമായ കൂടുതൽ വേഗത്തിൽ, കൂടുതൽ ഉയരത്തിൽ, കൂടുതൽ കരുത്തിൽ ആവിഷ്കരിച്ചത് ആര്? ഫാദർ ഡിഡൺ, ഹെൻറി ഡീഡൻ. ഒളിമ്പിക്സിന്റെ ആപ്തവാക്യമായ സെറ്റിയസ്, ആൽഷ്യസ്, ഫോർട്ടിയസ്, കൂടുതൽ വേഗത്തിൽ, കൂടുതൽ ഉയരത്തിൽ, കൂടുതൽ കരുത്തിൽ എന്ന ആശയം മുന്നോട്ടുവച്ചത് ഫാദർ ഹെൻറി ഡിഡൻ ആണ്. പിയറി ഡി കൂബർട്ടിൻ ഇത് ഒളിമ്പിക്സിന് സ്വീകരിച്ചു. കേരളത്തിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയം ഏത്? ബ്രഹ്മപുരം. എറണാകുളം ജില്ലയിലെ ബ്രഹ്മപുരം ഡീസൽ പവർ പ്ലാന്റ് കേരളത്തിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയമാണ്. സംസ്ഥാനത്തിന്റെ വൈദ്യുതി ആവശ്യകതകൾ നിറവേറ്റുന്നതിൽ ഇത് ഒരു പ്രധാന പങ്ക് വഹിച്ചിരുന്നു. ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഇന്ത്യ ആക്രമിച്ച മുസ്ലിം ഭരണാധികാരി ആര്? മഹ്മൂദ് ഗസ്നി. 11ാം നൂറ്റാണ്ടിൽ മഹ്മൂദ് ഗസ്നി ഇന്ത്യയെ 17 തവണ ആക്രമിച്ചതായി ചരിത്രം പറയുന്നു. സോംനാഥ് ക്ഷേത്രം കൊള്ളയടിച്ചത് അദ്ദേഹത്തിന്റെ പ്രധാന ആക്രമണങ്ങളിൽ ഒന്നാണ്. 1952 ജൂലൈ 24 ഷെയ്ഖ് അബ്ദുള്ളയുമായി കാശ്മീർ കരാറിൽ ഒപ്പുവെച്ചത് ആര്? ജവഹർലാൽ നെഹ്റു. 1952 ഡൽഹി കരാറിൽ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും ജമ്മു കാശ്മീർ പ്രധാനമന്ത്രി ഷെയ്ഖ് അബ്ദുള്ളയും ഒപ്പുവെച്ചു. ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി സംബന്ധിച്ച ഒരു പ്രധാന കരാറായിരുന്നു ഇത്. ഏറ്റവും കൂടുതൽ ഭാരമുള്ള പക്ഷി ഏത്? ഒട്ടകപ്പക്ഷി. ലോകത്തിലെ ഏറ്റവും വലിയതും ഭാരമുള്ളതുമായ പക്ഷിയാണ് ഒട്ടകപ്പക്ഷി. പറക്കാൻ കഴിയാത്ത ഇവയ്ക്ക് ശക്തമായ കാലുകളുണ്ട്. കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ഏത്? ഇ.ടി.ഡി. മെഡിക്കൽ കോളേജ്, ആലപ്പുഴ. ആലപ്പുഴയിലെ ഇ.ടി.ഡി. മെഡിക്കൽ കോളേജ് ആണ് കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആയി 1963 സ്ഥാപിക്കപ്പെട്ടത്. പിന്നീട് ഇത് സർക്കാർ ഏറ്റെടുക്കുകയായിരുന്നു. സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെയായിരിക്കുമ്പോൾ ഭൂമിയുടെ സ്ഥാനത്തിന് പറയുന്ന പേരെന്താണ്? അഫീലിയൻ. സൂര്യനിൽ നിന്ന് ഭൂമി ഏറ്റവും അകലെയായിരിക്കുന്ന അവസ്ഥയെ അഫീലിയൻ എന്ന് പറയുന്നു. ഇത് സാധാരണയായി ജൂലൈ മാസത്തിലാണ് സംഭവിക്കുന്നത്. ഒളിമ്പിക്സിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയിട്ടുള്ള രാജ്യം ഏത്? USA, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ആധുനിക ഒളിമ്പിക്സ് ഗെയിംസിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയിട്ടുള്ള രാജ്യം അമേരിക്കൻ ഐക്യനാടുകളാണ്. വേനൽക്കാല ഒളിമ്പിക്സിലും ശീതകാല ഒളിമ്പിക്സിലും അവർ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. ജോർജ് വാഷിംഗ്ടൺ ജനിച്ച സ്ഥലം ഏത്? വിർജീനിയ. അമേരിക്കയുടെ ആദ്യ പ്രസിഡന്റായ ജോർജ് വാഷിംഗ്ടൺ ജനിച്ചത് ബ്രിട്ടീഷ് കോളനിയായിരുന്ന വിർജീനിയയിലെ വെസ്റ്റ്മോർലാൻഡ് കൗണ്ടിയിലാണ്. മൗണ്ട് വെർണോൺ ആയിരുന്നു അദ്ദേഹത്തിന്റെ പ്രശസ്തമായ എസ്റ്റേറ്റ്. ഏറ്റവും കൂടുതൽ ഐസ് നിറഞ്ഞ വൻകര ഏത്? അന്റാർട്ടിക്ക. ലോകത്തിലെ ഏറ്റവും തണുപ്പുള്ള വൻകരയായ അന്റാർട്ടിക്കയിൽ ഭൂരിഭാഗവും ഐസ് പാളികളാൽ മൂടപ്പെട്ടിരിക്കുന്നു. ഭൂമിയിലെ ശുദ്ധജലത്തിന്റെ ഭൂരിഭാഗവും ഇവിടെയാണ് കാണപ്പെടുന്നത്. ഒളിമ്പിക്സ് ചിഹ്നത്തിൽ സാന്നിധ്യമില്ലാത്ത വൻകര ഏത്? അന്റാർട്ടിക്ക. ഒളിമ്പിക്സ് ചിഹ്നത്തിലെ 5 വളയങ്ങൾ ലോകത്തിലെ 5 ജനവാസമുള്ള വൻകരകളെയാണ് പ്രതിനിധീകരിക്കുന്നത്. ജനവാസമില്ലാത്തതുകൊണ്ട് അന്റാർട്ടിക്കയെ ഈ ചിഹ്നത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഓൾ ഇന്ത്യ റേഡിയോയുടെ പേര് ആകാശവാണി എന്ന് മാറ്റിയ വർഷം? 1957. 1957 ഓൾ ഇന്ത്യ റേഡിയോയെ ഔദ്യോഗികമായി ആകാശവാണി എന്ന് പുനർനാമകരണം ചെയ്തു. ഇത് ഇന്ത്യയുടെ പൊതു റേഡിയോ പ്രക്ഷേപണ ശൃംഖലയെ കൂടുതൽ ഇന്ത്യൻ സ്വത്വം നൽകി ശക്തിപ്പെടുത്തി. ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള ജീവി? മനുഷ്യൻ. മനുഷ്യനെ ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള ജീവിയായി കണക്കാക്കുന്നത് സങ്കീർണമായ പ്രശ്നപരിഹാരശേഷി, ഭാഷാപരമായ കഴിവുകൾ, സംഗ്രഹമായ ചിന്താശക്തി എന്നിവ കാരണമാണ്. മറ്റ് ജീവികളെ അപേക്ഷിച്ച് തലച്ചോറിന്റെ ഘടനയും പ്രവർത്തനങ്ങളും ഇതിന് സഹായിക്കുന്നു.
വാൾ സ്ട്രീറ്റ് എന്തിനാണ് പ്രസിദ്ധം? സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ന്യൂയോർക്ക് നഗരത്തിലെ വാൾ സ്ട്രീറ്റ് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക കേന്ദ്രങ്ങളിലൊന്നാണ്. ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉൾപ്പെടെയുള്ള നിരവധി പ്രധാന സാമ്പത്തിക സ്ഥാപനങ്ങൾ ഇവിടെ സ്ഥിതിചെയ്യുന്നു. സിനിമാ നടനും നടിയും മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം? തമിഴ്നാട്. എം.ജി. രാമചന്ദ്രനും ജയലളിതയും സിനിമാ താരങ്ങളായിരുന്നവരാണ്. ഇരുവരും തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി പദവിയിലെത്തി. ഇത് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു പ്രധാന പ്രത്യേകതയാണ്. ഏറ്റവും കൂടുതൽ പ്രധാനമന്ത്രിമാരെ സംഭാവന ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം? ഉത്തർപ്രദേശ്. ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, ചരൺ സിംഗ്, വി.പി. സിംഗ്, ചന്ദ്രശേഖർ, അടൽ ബിഹാരി വാജ്പേയി തുടങ്ങിയ നിരവധി ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ ഉത്തർപ്രദേശിൽ നിന്നുള്ളവരാണ്. ഇത് സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യം എടുത്തുകാണിക്കുന്നു. സിക്കിമിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി? ടീസ്റ്റ. സിക്കിമിന്റെ പ്രധാന നദികളിൽ ഒന്നാണ് ടീസ്റ്റ. ഈ നദി സംസ്ഥാനത്തിന്റെ ജലസേചനം, വൈദ്യുതി ഉത്പാദനം, കുടിവെള്ള വിതരണം എന്നിവയിൽ നിർണായക പങ്ക് വഹിക്കുന്നു. ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ള കേന്ദ്ര ധനമന്ത്രി? മൊറാർജി ദേശായി. മൊറാർജി ദേശായി ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു പ്രമുഖ വ്യക്തിത്വമായിരുന്നു. അദ്ദേഹം ഉപപ്രധാനമന്ത്രിയായും കേന്ദ്ര ധനമന്ത്രിയായും സേവനമനുഷ്ഠിക്കുകയും ഏറ്റവും കൂടുതൽ തവണ ഇന്ത്യൻ യൂണിയൻ ബഡ്ജറ്റ് അവതരിപ്പിക്കുകയും ചെയ്തു. സുഭാഷ് ചന്ദ്രബോസ് സ്വതന്ത്ര ഇന്ത്യയുടെ താൽക്കാലിക ഗവൺമെന്റ് സ്ഥാപിച്ച സ്ഥലം? സിംഗപ്പൂർ. 1943 ഒക്ടോബർ 21-നാണ് സുഭാഷ് ചന്ദ്രബോസ് സിംഗപ്പൂരിൽ ആസാദ് ഹിന്ദ് സർക്കാർ സ്ഥാപിച്ചത്. ഇത് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിരുന്നു. സുഭാഷ് ചന്ദ്രബോസ് സിംഗപ്പൂരിൽ രൂപം നൽകിയ ആസാദ് ഹിന്ദ് ഗവൺമെന്റിൽ അംഗമായിരുന്ന വനിത? ക്യാപ്റ്റൻ ലക്ഷ്മി. ക്യാപ്റ്റൻ ലക്ഷ്മി സൈഗാൾ ആസാദ് ഹിന്ദ് ഫൗജിലെ വനിതാ റെജിമെന്റായ റാണി ഝാൻസി റെജിമെന്റിന്റെ തലവനായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഒരു ധീര വനിതയായിരുന്നു അവർ. ഇന്ത്യയിൽ ഉപരാഷ്ട്രപതിയാകാതെ രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി? ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഇന്ത്യയുടെ 5ാമത്തെ രാഷ്ട്രപതിയായിരുന്നു. അദ്ദേഹം ഉപരാഷ്ട്രപതി പദവി വഹിക്കാതെ നേരിട്ട് രാഷ്ട്രപതിയായ ആദ്യ വ്യക്തിയാണ്. ഗാന്ധിജി ജോഹന്നാസ്ബർഗിൽ ആരംഭിച്ച ഫാം? ടോൾസ്റ്റോയ് ഫാം. 1910-ൽ ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിന് സമീപം മഹാത്മാഗാന്ധി ടോൾസ്റ്റോയ് ഫാം സ്ഥാപിച്ചു. സത്യഗ്രഹം ചെയ്യുന്നവരെയും അവരുടെ കുടുംബങ്ങളെയും പാർപ്പിക്കുന്നതിനായി സമർപ്പിച്ച ഒരു കൂട്ടായ വാസസ്ഥലമായിരുന്നു ഇത്. ഏറ്റവും കൂടുതൽ ഹാരപ്പൻ സംസ്കാര കേന്ദ്രങ്ങൾ കണ്ടെത്തിയ സംസ്ഥാനം? പഞ്ചാബ്. ഹാരപ്പൻ സംസ്കാരം സിന്ധുനദീതട സംസ്കാരത്തിന്റെ ഭാഗമാണ്. പഞ്ചാബ് മേഖലയിൽ ഇന്ത്യയിലും പാകിസ്ഥാനിലുമായി ഈ സംസ്കാരത്തിന്റെ നിരവധി പ്രധാന കേന്ദ്രങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. മറിയാന ട്രഞ്ച് ഏത് സമുദ്രത്തിലാണ്? പസഫിക് സമുദ്രം. ഭൂമിയിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗമാണ് പസഫിക് സമുദ്രത്തിലുള്ള മറിയാന ട്രഞ്ച്. ഇത് പസഫിക് ഫലകവും മറിയാന ഫലകവും തമ്മിലുള്ള സന്ധിയോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. ഏത് ഗ്രഹത്തെക്കുറിച്ച് പഠിക്കുന്ന പദ്ധതിയാണ് കാസിനി ദൗത്യം? ശനി. കാസിനി ഹ്യൂജിൻസ് ദൗത്യം ശനി ഗ്രഹത്തെയും അതിന്റെ വലയങ്ങളെയും ഉപഗ്രഹങ്ങളെയും പഠിക്കുന്നതിനായി നാസയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും സംയുക്തമായി വികസിപ്പിച്ച ബഹിരാകാശ പേടകമായിരുന്നു. ഈ ദൗത്യം ശനിയെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് വർദ്ധിപ്പിച്ചു. ഏറ്റവും കൂടുതൽ സീസണൽ വരുമാനമുള്ള ഇന്ത്യയിലെ ക്ഷേത്രം? ശബരിമല. കേരളത്തിലെ പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. മണ്ഡല മകരവിളക്ക് കാലത്താണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഭക്തർ എത്തുന്നത്. ഇത് വലിയ സാമ്പത്തിക വരുമാനത്തിന് കാരണമാകുന്നു. എസ്. ബാലചന്ദറുമായി ബന്ധപ്പെട്ട സംഗീതോപകരണം? വീണ. പ്രശസ്ത കർണാടക സംഗീതജ്ഞനും വീണാവാദകനുമായിരുന്നു എസ്. ബാലചന്ദർ. അദ്ദേഹത്തിന്റെ വീണാവാദനം അന്താരാഷ്ട്ര തലത്തിൽ പ്രശംസ നേടിയിട്ടുണ്ട്. എ.പി.ജെ. അബ്ദുൽ കലാമിന്റെ ജന്മദേശം? രാമേശ്വരം. ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയും പ്രശസ്ത ശാസ്ത്രജ്ഞനുമായിരുന്ന എ.പി.ജെ.
അബ്ദുൽ കലാം തമിഴ്നാട്ടിലെ രാമേശ്വരത്താണ് ജനിച്ചത്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഇദ്ദേഹം ഇന്ത്യയുടെ പ്രതിരോധ രംഗത്ത് വലിയ സംഭാവനകൾ നൽകി. കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല തിരുവിതാംകൂർ സർവകലാശാല 1937. 1937-ൽ സ്ഥാപിച്ച തിരുവിതാംകൂർ സർവകലാശാലയാണ് കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല. ഇത് പിന്നീട് കേരള സർവകലാശാലയായി മാറി. ലോക പൈതൃകത്തിൽ ഉൾപ്പെടുത്തപ്പെട്ട കേരളീയ സംസ്കൃത നാടക കലാരൂപം കൂടിയാട്ടം. കേരളത്തിലെ പുരാതനമായ സംസ്കൃത നാടക കലാരൂപമാണ് കൂടിയാട്ടം. യുനെസ്കോ 2008-ൽ ഇതിനെ മാനുഷിക അദൃശ്യ പൈതൃകങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി ആദരിച്ചു. മോസ്കോ കടൽ എവിടെയാണ്? ചന്ദ്രൻ. ചന്ദ്രനിലെ ഒരു വലിയ ലാവാ സമതലത്തിന്റെ പേരാണ് മാരെ മോസ്കവൻസെ, മയ മോസ്കോവൻസ്. ഇത് മോസ്കോ കടൽ എന്നും അറിയപ്പെടുന്നു. ഈ പേര് ചന്ദ്രനിലെ ഒരു പ്രത്യേക ഭൗമ സവിശേഷതയെ സൂചിപ്പിക്കുന്നു. കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി ഡാറാസുമയിൽ ആലപ്പുഴയിൽ സ്ഥാപിതമായത് ഏതു വർഷത്തിൽ? AD 1859. 1859-ൽ ജെയിംസ് ഡാറ ആലപ്പുഴയിൽ സ്ഥാപിച്ച ഡാറാസുമയിൽ ഫാക്ടറിയാണ് കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി. ഇത് കേരളത്തിലെ കയർ വ്യവസായത്തിന്റെ വളർച്ചയ്ക്ക് തുടക്കമിട്ടു. മോഡേൺ ബാബിലോൺ എന്നറിയപ്പെടുന്നത് ലണ്ടൻ. അതിന്റെ വ്യാവസായിക വികാസം, സാമ്പത്തിക പ്രാധാന്യം, ജനസാന്ദ്രത, സാംസ്കാരിക വൈവിധ്യം എന്നിവ കാരണം ചിലപ്പോൾ ലണ്ടനെ മോഡേൺ ബാബിലോൺ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. പുരാതന ബാബിലോണിന്റെ പ്രൗഢിയുമായും സമ്പത്തുമായും ഇതിനെ താരതമ്യം ചെയ്യുന്നു. കേരളത്തിലെ ആദ്യത്തെ കാഴ്ച ബംഗ്ലാവ് സ്ഥാപിക്കപ്പെട്ട വർഷം 1857. 1857-ൽ തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യത്തെ കാഴ്ച ബംഗ്ലാവ് സ്ഥാപിക്കപ്പെട്ടത്. തിരുവനന്തപുരം മൃഗശാലയും മ്യൂസിയവും ഇതിന്റെ ഭാഗമാണ്. ഏത് നദിയിൽ നിന്നാണ് ഇന്ദിരാഗാന്ധി കനാൽ ആരംഭിക്കുന്നത്? സത്ലജ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കനാൽ സംവിധാനങ്ങളിലൊന്നാണ് ഇന്ദിരാഗാന്ധി കനാൽ. ഇത് സത്ലജ് നദിയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. രാജസ്ഥാനിലെ വരണ്ട പ്രദേശങ്ങളിലേക്ക് ജലം എത്തിക്കുന്നതിൽ ഇത് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. വിദ്യ നേടൂ, സംഘടിക്കൂ, സമരം ചെയ്യൂ എന്ന് ആഹ്വാനം ചെയ്ത നേതാവ്? BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയും സാമൂഹിക പരിഷ്കർത്താവുമായിരുന്ന ഡോക്ടർ BR അംബേദ്കറുടെ പ്രശസ്തമായ മുദ്രാവാക്യമാണിത്. അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസത്തിന്റെയും ഐക്യത്തിന്റെയും പോരാട്ടത്തിന്റെയും പ്രാധാന്യം ഇത് ഊന്നിപ്പറയുന്നു. ഒന്നാം ബുദ്ധമത സമ്മേളനത്തിന്റെ രക്ഷാധികാരിയായിരുന്നത് അജാതശത്രു. ബുധന്റെ മരണശേഷം BC 483-ൽ രാജഗൃഹത്തിൽ വെച്ചാണ് ഒന്നാം ബുദ്ധമത സമ്മേളനം നടന്നത്. മഗധയുടെ രാജാവായ അജാതശത്രുവാണ് ഈ സമ്മേളനത്തിന് രക്ഷാധികാരിത്വം വഹിച്ചത്. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശ് 8 ഇന്ത്യൻ സംസ്ഥാനങ്ങളുമായും ഒരു കേന്ദ്രഭരണ പ്രദേശവുമായും ഡൽഹി അതിർത്തി പങ്കിടുന്നു. ഇത് ഇന്ത്യയിലെ ഒരു തന്ത്രപ്രധാനമായ സംസ്ഥാനമാണ്. ലോകത്തിന്റെ യോഗ തലസ്ഥാനം, യോഗ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത് ഋഷികേശ്. ഉത്തരാഖണ്ഡിലെ ഗംഗാനദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഋഷികേശ് നിരവധി യോഗാ കേന്ദ്രങ്ങളും ആശ്രമങ്ങളും ഉള്ളതുകൊണ്ട് ലോക യോഗ തലസ്ഥാനമായി അറിയപ്പെടുന്നു. അന്താരാഷ്ട്ര യോഗ ഫെസ്റ്റിവൽ ഇവിടെ നടക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ സ്വർണം ഉപയോഗിക്കുന്ന രാജ്യം ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോക്താക്കളിൽ ഒന്നാണ് ഇന്ത്യ. വിവാഹങ്ങൾ, ഉത്സവങ്ങൾ, നിക്ഷേപം എന്നിവയ്ക്കായി സ്വർണം വാങ്ങുന്നത് ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യ ആധുനിക സർവകലാശാല മദ്രാസ് സർവകലാശാല. 1857-ൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് സ്ഥാപിച്ച മദ്രാസ് സർവകലാശാലയാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ആധുനിക സർവകലാശാല. ഇത് ദക്ഷിണേന്ത്യൻ വിദ്യാഭ്യാസ രംഗത്ത് വലിയ സ്വാധീനം ചെലുത്തി. 1 കിലോമീറ്റർ എത്ര മൈലാണ്? 0.6213. 1 കിലോമീറ്റർ എന്നത് ദൂരം അളക്കുന്നതിനുള്ള മെട്രിക് യൂണിറ്റാണ്. ഇത് ഏകദേശം 0.621371 മൈലിന് തുല്യമാണ്.
ഏറ്റവും കൂടുതൽ സ്വാഭാവിക റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം തായ്ലൻഡ്. ലോകത്തിലെ ഏറ്റവും വലിയ സ്വാഭാവിക റബ്ബർ ഉൽപ്പാദക രാജ്യമാണ് തായ്ലൻഡ്. റബ്ബർ കൃഷി തായ്ലൻഡിന്റെ സമ്പദ്വ്യവസ്ഥയിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഉത്തരാർദ്ധഗോളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ രാജ്യം റഷ്യ. ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ് റഷ്യ. അതിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഉത്തരാർദ്ധഗോളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ ഉത്തരാർദ്ധഗോളത്തിലെ ഏറ്റവും വലിയ രാജ്യവും റഷ്യയാണ്. വിജയഘട്ടിൽ അന്ത്യനിദ്ര കൊള്ളുന്നത് ലാൽ ബഹദൂർ ശാസ്ത്രി. ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ സമാധി സ്ഥലമാണ് വിജയഘട്ട്. ഡൽഹിയിൽ യമുന നദിയുടെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ലോകത്ത് ആദ്യമായി ചെക്ക് ക്ലിയറിംഗ് ആരംഭിച്ച രാജ്യം ഇംഗ്ലണ്ട്, ലണ്ടനിൽ. ലോകത്ത് ആദ്യമായി ചെക്ക് ക്ലിയറിംഗ് സംവിധാനം ആരംഭിച്ചത് ലണ്ടനിലാണ്. ഇത് ആധുനിക ബാങ്കിംഗ് സംവിധാനങ്ങളുടെ വളർച്ചയിൽ ഒരു സുപ്രധാന ചുവടുവെപ്പായിരുന്നു. ഏതു പേരിലാണ് സുഭാഷ് ചന്ദ്രബോസ് വേഷപ്രച്ഛന്നനായി ഇന്ത്യയിൽ നിന്ന് കടന്നത്? മൗലവി സിയാവുദ്ദീൻ. 1941-ൽ ബ്രിട്ടീഷ് തടങ്കലിൽ നിന്ന് രക്ഷപ്പെട്ട് ഇന്ത്യയിൽ നിന്ന് പലായനം ചെയ്ത സുഭാഷ് ചന്ദ്രബോസ് മൗലവി സിയാവുദ്ദീൻ എന്ന പേരിൽ വേഷപ്രച്ഛന്നനായാണ് യാത്ര ചെയ്തത്. ഇത് അദ്ദേഹത്തിന്റെ ധീരമായ രക്ഷപ്പെടലുകളിലൊന്നാണ്. ഇന്ത്യയിൽ ഉദാരവൽക്കരണത്തിന് തുടക്കമിട്ടത് ഏതു പ്രധാനമന്ത്രിയുടെ കാലത്ത്? PV നരസിംഹറാവു. 1991-ൽ പ്രധാനമന്ത്രി PV നരസിംഹറാവുവിന്റെ ഭരണകാലത്താണ് ഇന്ത്യയിൽ സാമ്പത്തിക ഉദാരവൽക്കരണത്തിന് തുടക്കമിട്ടത്. അന്നത്തെ ധനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് ഈ നയങ്ങൾക്ക് ചുക്കാൻ പിടിച്ചു. വില്യം ഹോക്കിൻസിനെ മുഗൾ രാജധാനിയിലേക്ക് അയച്ച ഇംഗ്ലീഷ് രാജാവ് ജെയിംസ് ഒന്നാമൻ. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യാ കമ്പനിക്ക് ഇന്ത്യയിൽ വ്യാപാരബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിനായി ഇംഗ്ലണ്ടിലെ ജെയിംസ് ഒന്നാമൻ രാജാവ് വില്യം ഹോക്കിൻസിനെ 1608-ൽ മുഗൾ ചക്രവർത്തിയായ ജഹാംഗീറിന്റെ കൊട്ടാരത്തിലേക്ക് അയച്ചു. ഭാരതരത്നം നേടിയ ആദ്യ ഉപകരണ സംഗീത വിദഗ്ധൻ പണ്ഡിറ്റ് രവിശങ്കർ. ലോകപ്രശസ്ത സിത്താർ മാസ്റ്ററായിരുന്നു പണ്ഡിറ്റ് രവിശങ്കർ. 1999-ൽ അദ്ദേഹത്തിന് ഭാരതരത്നം നൽകി ആദരിച്ചു. ഇത് സംഗീത ലോകത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകളെ അംഗീകരിക്കുന്നു. ആരുടെ കുതിരയാണ് ബ്യൂസിഫാലസ്? അലക്സാണ്ടർ ചക്രവർത്തി. അലക്സാണ്ടർ ചക്രവർത്തിയുടെ പ്രിയപ്പെട്ടതും പ്രസിദ്ധവുമായ കുതിരയായിരുന്നു ബ്യൂസിഫാലസ്. നിരവധി യുദ്ധങ്ങളിൽ അലക്സാണ്ടറോടൊപ്പം ഇത് പങ്കെടുത്തിട്ടുണ്ട്. മറിയ മോണ്ടിസോറി ജനിച്ച രാജ്യം ഇറ്റലി. പ്രശസ്ത വിദ്യാഭ്യാസ ചിന്തകയും മോണ്ടിസോറി വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ സ്ഥാപകയുമാണ് മറിയ മോണ്ടിസോറി. അവർ ഇറ്റലിയിലാണ് ജനിച്ചത്. ഏത് ഗ്രഹത്തിലാണ് വസ്തുക്കൾക്ക് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത്? വ്യാഴം. വ്യാഴത്തിന്റെ വലിയ പിണ്ഡവും അതുമൂലമുള്ള ശക്തമായ ഗുരുത്വാകർഷണവുമാണ് വസ്തുക്കൾക്ക് അവിടെ ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടാൻ കാരണം. ഭൂമിയിലെ ഭാരത്തേക്കാൾ ഏകദേശം 2.5 മടങ്ങ് അധികം ഭാരം വ്യാഴത്തിൽ അനുഭവപ്പെടും. വിശ്വേശ്വരയ്യ ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നോളജിക്കൽ മ്യൂസിയം എവിടെയാണ്? ബംഗളൂരു. ഇന്ത്യയിലെ പ്രമുഖ ശാസ്ത്ര സാങ്കേതിക മ്യൂസിയങ്ങളിലൊന്നാണ് ബംഗളൂരുവിലെ വിശ്വേശ്വരയ്യ ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നോളജിക്കൽ മ്യൂസിയം. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ വിജ്ഞാനം നൽകുന്ന സ്ഥാപനമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തലസ്ഥാനേതര നഗരം അഹമ്മദാബാദ്. ഗുജറാത്തിലെ ഏറ്റവും വലിയ നഗരവും പഴയ തലസ്ഥാനവുമാണ് അഹമ്മദാബാദ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തലസ്ഥാനേതര നഗരങ്ങളിൽ ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. വിശാഖദത്തന്റെ മുദ്രാരാക്ഷസത്തിലെ പ്രധാന കഥാപാത്രം ചാണക്യൻ. വിശാഖദത്തൻ രചിച്ച സംസ്കൃത നാടകമായ മുദ്രാരാക്ഷസം മൗര്യ സാമ്രാജ്യത്തിന്റെ സ്ഥാപനത്തെക്കുറിച്ചാണ്. ഇതിലെ പ്രധാന കഥാപാത്രങ്ങളിലൊന്ന് തന്ത്രജ്ഞനായ ചാണക്യനാണ്. ഏത് സംസ്ഥാനം വിഭജിച്ചാണ് മഹാരാഷ്ട്രയും ഗുജറാത്തും രൂപം കൊണ്ടത്? ബോംബെ. 1960 മെയ് 1-ന് ബോംബെ സംസ്ഥാനത്തെ ഭാഷാടിസ്ഥാനത്തിൽ വിഭജിച്ച് മഹാരാഷ്ട്രയും ഗുജറാത്തും രൂപീകരിച്ചു. മറാത്തി സംസാരിക്കുന്നവർക്കായി മഹാരാഷ്ട്രയും ഗുജറാത്തി സംസാരിക്കുന്നവർക്കായി ഗുജറാത്തും നിലവിൽ വന്നു.
ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ പരിധിയിൽ വരുന്ന ഹൈക്കോടതി ഗുവാഹത്തി. ഗുവാഹത്തി ഹൈക്കോടതിക്ക് അസം, നാഗാലാൻഡ്, മിസോറാം, അരുണാചൽ പ്രദേശ് എന്നീ 4 സംസ്ഥാനങ്ങളുടെ മേൽ അധികാരപരിധിയുണ്ട്. ഇത് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ നീതിന്യായ സംവിധാനത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. രാഷ്ട്രകൂടവംശം സ്ഥാപിച്ചത് ദന്തിദുർഗൻ. ദന്തിദുർഗനാണ് രാഷ്ട്രകൂട സാമ്രാജ്യം സ്ഥാപിച്ചത്. 8ാം നൂറ്റാണ്ടിൽ ദക്ഷിണേന്ത്യയിൽ ശക്തി പ്രാപിച്ച ഒരു പ്രധാന രാജവംശമായിരുന്നു ഇത്. ഏത് ഗ്രഹമാണ് ധ്രുവപ്രദേശങ്ങൾ സൂര്യഭിമുഖമായി പ്രദക്ഷിണം ചെയ്യുന്നത്? യുറാനസ്. യുറാനസിന്റെ അച്ചുതണ്ട് അതിന്റെ പരിക്രമണ തലത്തിന് 98 ഡിഗ്രിയോളം ചരിഞ്ഞാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് കാരണം ചില സമയങ്ങളിൽ അതിന്റെ ധ്രുവപ്രദേശങ്ങൾ സൂര്യന് നേരെ തിരിഞ്ഞ് നീണ്ട പകൽ അല്ലെങ്കിൽ രാത്രി അനുഭവപ്പെടുന്നു. 1984 ജൂണിൽ പഞ്ചാബിലെ അമൃത്സറിലെ സുവർണക്ഷേത്രത്തിൽ നിന്ന് സിഖ് ഭീകരരെ പുറത്താക്കാൻ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ പദ്ധതിക്ക് അനുമതി നൽകിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. 1984 ജൂണിൽ അമൃത്സറിലെ സുവർണക്ഷേത്രത്തിൽ ഒളിച്ചിരുന്ന സിഖ് തീവ്രവാദികളെ പുറത്താക്കുന്നതിനായി ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷനാണ് ബ്ലൂ സ്റ്റാർ. അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഇതിന് അനുമതി നൽകി. ഇന്ത്യയിലെ ഏറ്റവും വലിയ തേയില വിപണന കേന്ദ്രം ഗുവാഹത്തി. അസമിലെ ഗുവാഹത്തിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തേയില വിപണന കേന്ദ്രം. അസം തേയിലയുടെ പ്രധാന കയറ്റുമതി കേന്ദ്രങ്ങളിൽ ഒന്നാണിത്. മലബാർ സ്പെഷ്യൽ പോലീസിന്റെ ആസ്ഥാനം മലപ്പുറം. മലബാർ സ്പെഷ്യൽ പോലീസ് MSP കേരള പോലീസിന്റെ ഒരു പ്രത്യേക വിഭാഗമാണ്. അതിന്റെ ആസ്ഥാനം മലപ്പുറത്താണ് സ്ഥിതി ചെയ്യുന്നത്. റാഡ്ക്ലിഫ് രേഖ വേർതിരിക്കുന്ന രാജ്യങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും. 1947 ഇന്ത്യ വിഭജിച്ചപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി നിർണയിച്ച കമ്മീഷന്റെ തലവനായിരുന്നു സിറിൽ റാഡ്ക്ലിഫ്. അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ അതിർത്തി രേഖ അറിയപ്പെടുന്നത്. വിക്രമാദിത്യൻ എന്നറിയപ്പെട്ട ഗുപ്ത ചക്രവർത്തി ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ. ഗുപ്ത സാമ്രാജ്യത്തിലെ ഏറ്റവും ശക്തരായ ഭരണാധികാരികളിൽ ഒരാളായിരുന്ന ചന്ദ്രഗുപ്തൻ രണ്ടാമനാണ് വിക്രമാദിത്യൻ എന്ന പേരിലും അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ഭരണകാലം ഇന്ത്യൻ ചരിത്രത്തിലെ സുവർണ കാലഘട്ടമായി കണക്കാക്കപ്പെടുന്നു. ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹങ്ങൾക്കാണ് ഗ്രീക്ക് പുരാണങ്ങളിലെ കഥാപാത്രങ്ങളുടെ പേര് നൽകിയിരിക്കുന്നത്? ശനി. ശനി ഗ്രഹത്തിന്റെ മിക്ക ഉപഗ്രഹങ്ങൾക്കും ഗ്രീക്ക് പുരാണങ്ങളിലെ ടൈറ്റന്മാരുടെയും മറ്റ് കഥാപാത്രങ്ങളുടെയും പേരുകളാണ് നൽകിയിരിക്കുന്നത്. ഉദാഹരണത്തിന് ടൈറ്റൻ, റിയ, അയപ്പെറ്റസ് എന്നിവ. SNDP യോഗത്തിന്റെ മുഖപത്രമായിരുന്ന പ്രസിദ്ധീകരണം വിവേകോദയം. ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും സാമൂഹിക പരിഷ്കരണത്തിനും വേണ്ടി SNDP യോഗം ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് വിവേകോദയം. കുമാരനാശാനായിരുന്നു ഇതിന്റെ പത്രാധിപർ. മലയാളത്തിലെ പ്രകൃതിയുടെ കവി എന്നറിയപ്പെട്ടത് ഇടശ്ശേരി. പ്രകൃതിയോടും മണ്ണിനോടും ആഴത്തിലുള്ള ബന്ധം പുലർത്തുന്ന കവിതകളിലൂടെ ഇടശ്ശേരി ഗോവിന്ദൻ നായർ മലയാള സാഹിത്യത്തിൽ പ്രകൃതിയുടെ കവി എന്നറിയപ്പെട്ടു. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നത് ഗോദാവരി. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളമുള്ള നദികളിലൊന്നായ ഗോദാവരിയെ അതിന്റെ പ്രാധാന്യം കൊണ്ടും പൗരാണികത കൊണ്ടും വൃദ്ധഗംഗ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. കേരളത്തിലെ ഏക നിത്യഹരിത വനപ്രദേശം സൈലന്റ് വാലി. പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന സൈലന്റ് വാലി ദേശീയോദ്യാനം കേരളത്തിലെ ഏറ്റവും വലിയ നിത്യഹരിത വനങ്ങളിൽ ഒന്നാണ്. അപൂർവങ്ങളായ സസ്യജന്തുജാലങ്ങൾക്ക് ഇത് ഒരു ആവാസകേന്ദ്രമാണ്. 99 വെള്ളപ്പൊക്കം എന്ന പ്രസിദ്ധമായ വെള്ളപ്പൊക്കമുണ്ടായത് എപ്പോൾ? 1924. കൊല്ലവർഷം 1099 AD. 1924 കേരളത്തിലുണ്ടായ വലിയ വെള്ളപ്പൊക്കമാണ് 99 വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്നത്. ഇത് കേരള ചരിത്രത്തിലെ വലിയ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നായിരുന്നു. മഴവില്ലുണ്ടാകുന്നതിന് കാരണമായ പ്രതിഭാസം പ്രകാശപ്രകീർണനം. സൂര്യപ്രകാശം മഴത്തുള്ളികളിലൂടെ കടന്നുപോകുമ്പോൾ അപവർത്തനം, പ്രതിഫലനം, പ്രകീർണനം എന്നീ പ്രതിഭാസങ്ങൾ കാരണം വർണ്ണങ്ങളായി വേർപെട്ട് മഴവില്ല് ഉണ്ടാകുന്നു.
ഏത് ഭാഷക്കാണ് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ഏറ്റവും കൂടുതൽ നേടിയിട്ടുള്ളത്? ഫ്രഞ്ച്. സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ഏറ്റവും കൂടുതൽ തവണ ലഭിച്ചത് ഫ്രഞ്ച് ഭാഷാ എഴുത്തുകാർക്കാണ്. ഈ പുരസ്കാരം ലോകത്തിലെ ഏറ്റവും വലിയ സാഹിത്യ ബഹുമതിയായി കണക്കാക്കപ്പെടുന്നു. കലിംഗ പ്രൈസ് ഏർപ്പെടുത്തിയ മുൻ ഒറീസ മുഖ്യമന്ത്രി ബിജു പട്നായിക്. യുനെസ്കോ നൽകുന്ന കലിംഗ സമ്മാനം ശാസ്ത്ര പ്രചാരണത്തിനുള്ള ഒരു അന്താരാഷ്ട്ര പുരസ്കാരമാണ്. ഇത് സ്ഥാപിച്ചത് ഒറീസ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ബിജു പട്നായിക്കാണ്. അക്ബറിന്റെ മിത്രമായിരുന്ന അബുൾ ഫസലിനെ കൊന്നത്? ജഹാംഗീർ. 1602. മുഗൾ ചക്രവർത്തി അക്ബറിന്റെ നവരത്നങ്ങളിൽ ഒരാളും ചരിത്രകാരനുമായിരുന്നു അബുൾ ഫസൽ. അക്ബറിന്റെ മകൻ സലീം പിന്നീട് ജഹാംഗീർ പിതാവുമായി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായതിനെ തുടർന്ന് അബുൾ ഫസലിനെ വധിക്കാൻ ഉത്തരവിട്ടു. കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് എവിടെയാണ് 1857-ൽ പ്രവർത്തനമാരംഭിച്ചത്? ആലപ്പുഴ. 1857-ൽ ആലപ്പുഴയിൽ പ്രവർത്തനമാരംഭിച്ച പോസ്റ്റ് ഓഫീസാണ് കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ്. ഇത് തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിന്റെ ഭാഗമായിരുന്നു. മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗം? സെറിബ്രം. മനുഷ്യ മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. ചിന്ത, ഓർമ്മ, സംസാരം, വികാരങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള സങ്കീർണമായ പ്രവർത്തനങ്ങളെ ഇത് നിയന്ത്രിക്കുന്നു. ഇന്ത്യയിൽ കുടിവെള്ളത്തിന്റെ ഗുണനിലവാരം നിർണ്ണയിക്കുന്നത് ആരാണ്? ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ബെസ് ഇന്ത്യയിലെ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണനിലവാരം ഉറപ്പാക്കുന്നതിനുള്ള ദേശീയ സ്ഥാപനമാണ്. കുടിവെള്ളത്തിന്റെ നിലവാരവും ഇവർ നിർവചിക്കുന്നു. കേരളത്തിലെ ആദ്യ മന്ത്രിസഭയിൽ സ്വതന്ത്രന്മാർ എത്ര പേരുണ്ടായിരുന്നു? 3. 1957-ൽ EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്ന കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭയിൽ 3 സ്വതന്ത്ര അംഗങ്ങൾ ഉൾപ്പെട്ടിരുന്നു. ഉയരം അളക്കുന്നതിന് വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഉപകരണം? ആൾട്ടിമീറ്റർ. ഒരു വിമാനത്തിന്റെ അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ആൾട്ടിമീറ്റർ. ഇത് വ്യോമയാനത്തിൽ പ്രധാനമാണ്. ഉറുമ്പിന്റെ ശരീരത്തിലുള്ള ആസിഡ്? ഫോർമിക് ആസിഡ്. ഉറുമ്പുകൾ സ്വയം പ്രതിരോധിക്കാനും ഇരപിടിക്കാനും ഉപയോഗിക്കുന്ന ഒരു രാസവസ്തുവാണ് ഫോർമിക് ആസിഡ്. ഉറുമ്പ് കടിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദനയ്ക്കും ചൊറിച്ചിലിനും ഇത് കാരണമാകുന്നു. മാർഷ് ഗ്യാസ് എന്നറിയപ്പെടുന്നത്? മീഥേൻ. ചതുപ്പുനിലങ്ങളിൽ ജൈവവസ്തുക്കൾ അഴുകുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് മീഥേൻ. ഇത് മാർഷ് ഗ്യാസ് എന്നും അറിയപ്പെടുന്നു. ദക്ഷിണേന്ത്യയിലെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത്? കോയമ്പത്തൂർ. തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ പരുത്തി വ്യവസായത്തിന് പേരുകേട്ടതാണ്. അതുകൊണ്ട് ദക്ഷിണേന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്ന് ഇത് അറിയപ്പെടുന്നു. റബ്ബർ യുദ്ധത്തിൽ ഏറ്റുമുട്ടിയ രാജ്യങ്ങൾ? ബൊളീവിയ, ബ്രസീൽ. റബ്ബർ യുദ്ധം, അക്രയുദ്ധം 1899 മുതൽ 1903 വരെ കാലഘട്ടത്തിൽ ബ്രസീലിനും ബൊളീവിയക്കുമിടയിൽ നടന്ന ഒരു പ്രാദേശിക സംഘർഷമായിരുന്നു. റബ്ബർ ഉൽപ്പാദന മേഖലയുടെ നിയന്ത്രണമായിരുന്നു പ്രധാന കാരണം. ഭാരതീയ ജനസംഘത്തിന്റെ സ്ഥാപകൻ? ശ്യാമപ്രസാദ് മുഖർജി. ഭാരതീയ ജനസംഘം 1951-ൽ ശ്യാമപ്രസാദ് മുഖർജി സ്ഥാപിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഇത് പിന്നീട് ഭാരതീയ ജനതാ പാർട്ടിയുടെ മുന്നോടിയായി. ലണ്ടനിലെ പ്രസിദ്ധമായ തീപിടുത്തം ഉണ്ടായ വർഷം? 1666. 1666-ൽ ലണ്ടനിലുണ്ടായ മഹാതീപിടുത്തം നഗരത്തിന്റെ വലിയൊരു ഭാഗം നശിപ്പിച്ചു. ഇത് ലണ്ടന്റെ പുനർനിർമ്മാണത്തിനും നഗരാസൂത്രണത്തിനും കാരണമായി. പ്രാചീനകാലത്ത് ഹെൽവേഷ്യ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന രാജ്യം? സ്വിറ്റ്സർലൻഡ്. സ്വിറ്റ്സർലൻഡിന്റെ പഴയ ലാറ്റിൻ പേരാണ് ഹെൽവേഷ്യ. പ്രാചീന റോമൻ കാലഘട്ടത്തിൽ ഈ പ്രദേശം ഹെൽവേഷ്യക്കാർ എന്നറിയപ്പെടുന്ന ഗോത്രവർഗക്കാരുടെ വാസസ്ഥലമായിരുന്നു. ലക്ഷദ്വീപിലെ പ്രധാന ഭാഷ? മലയാളം. കേരളത്തോട് ചേർന്ന് കിടക്കുന്ന ലക്ഷദ്വീപിലെ ഭൂരിഭാഗം ആളുകളുടെയും പ്രധാന ഭാഷ മലയാളമാണ്. ഇത് കേരളത്തിന്റെ സാംസ്കാരിക സ്വാധീനം എടുത്തുകാണിക്കുന്നു. ഭാരത് ഭവൻ എന്ന മൾട്ടി ആർട്ട് സെന്റർ സ്ഥിതി ചെയ്യുന്ന നഗരം?
ഭോപ്പാൽ. ഭോപ്പാലിൽ സ്ഥിതി ചെയ്യുന്ന ഭാരത് ഭവൻ ഇന്ത്യയിലെ ഒരു പ്രധാന മൾട്ടി ആർട്ട് സെന്ററാണ്. വിവിധ കലാരൂപങ്ങളെയും സാംസ്കാരിക പ്രവർത്തനങ്ങളെയും ഇത് പ്രോത്സാഹിപ്പിക്കുന്നു. പ്രസിഡന്റും കാബിനറ്റും തമ്മിലുള്ള കണ്ണി എന്നറിയപ്പെടുന്നത് പ്രധാനമന്ത്രി. ഇന്ത്യൻ ഭരണഘടന പ്രകാരം പ്രധാനമന്ത്രിയാണ് രാഷ്ട്രപതിയും കേന്ദ്ര മന്ത്രിസഭയും തമ്മിലുള്ള പ്രധാന കണ്ണി. മന്ത്രിസഭയുടെ തീരുമാനങ്ങൾ രാഷ്ട്രപതിയെ അറിയിക്കുന്നതും രാഷ്ട്രപതിയുടെ നിർദ്ദേശങ്ങൾ മന്ത്രിസഭയ്ക്ക് കൈമാറുന്നതും പ്രധാനമന്ത്രിയുടെ ചുമതലയാണ്. തിരുവനന്തപുരത്ത് വാനനിരീക്ഷണശാല ആരംഭിച്ച രാജാവ് സ്വാതി തിരുനാൾ. തിരുവിതാംകൂർ രാജാവായിരുന്ന സ്വാതി തിരുനാൾ രാമവർമ്മ കലകളുടെയും ശാസ്ത്രത്തിന്റെയും വലിയ പ്രോത്സാഹകനായിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് 1837-ൽ തിരുവനന്തപുരത്ത് ഒരു വാനനിരീക്ഷണശാല സ്ഥാപിച്ചു. ഭാവിയുടെ ലോഹം എന്നറിയപ്പെടുന്നത് ടൈറ്റാനിയം. ടൈറ്റാനിയം അതിന്റെ ഭാരം കുറഞ്ഞതും എന്നാൽ ശക്തവുമായ സ്വഭാവം കാരണം ഭാവിയുടെ ലോഹം എന്നറിയപ്പെടുന്നു. വ്യോമയാനം, ബഹിരാകാശ വ്യവസായം, വൈദ്യശാസ്ത്രം എന്നിവയിൽ ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. പ്രസിഡന്റിനെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യുന്ന നടപടി ഇംപീച്ച്മെന്റ്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഭരണഘടനാ ലംഘനം നടത്തിയാൽ രാഷ്ട്രപതിയെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാൻ പാർലമെന്റിന് കഴിയും. ഈ നടപടിയെ ഇംപീച്ച്മെന്റ് എന്ന് പറയുന്നു. ദക്ഷിണായനരേഖ 2 പ്രാവശ്യം മുറിച്ചു കടന്നൊഴുകുന്ന നദി ലിംബോപോ. ആഫ്രിക്കയിലെ ലിംബോബോ നദി ദക്ഷിണായനരേഖയെ 2 തവണ മുറിച്ചുകടന്നൊഴുകുന്നു. ഇതൊരു പ്രധാന ഭൂമിശാസ്ത്ര സവിശേഷതയാണ്. തമിഴ്നാട്ടിലെ പ്രധാന ആഘോഷം പൊങ്കൽ. തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട വിളവെടുപ്പ് ഉത്സവമാണ് പൊങ്കൽ. ഇത് സാധാരണയായി ജനുവരി മാസത്തിൽ 4 ദിവസം നീണ്ടുനിൽക്കുന്ന ആഘോഷമാണ്. ജൈനമതത്തിലെ ത്രിരത്നങ്ങൾ ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി. ജൈനമതത്തിലെ മോക്ഷമാർഗം നേടുന്നതിനുള്ള 3 അടിസ്ഥാന തത്വങ്ങളാണ് ത്രിരത്നങ്ങൾ എന്നറിയപ്പെടുന്നത്. ശരിയായ വിശ്വാസം, സമ്യക് ദർശനം, ശരിയായ അറിവ്, സമ്യക് ജ്ഞാനം, ശരിയായ പ്രവൃത്തി, സമ്യക് ചരിത്രം എന്നിവയാണവ. 1970 ഡിസംബർ 27 മുതൽ 30 വരെ എവിടെ ചേർന്ന സമ്മേളനത്തിലാണ് സ്റ്റുഡന്റ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ (SFI) രൂപം കൊണ്ടത്. തിരുവനന്തപുരം. ഇന്ത്യയിലെ ഒരു പ്രമുഖ വിദ്യാർത്ഥി സംഘടനയായ സ്റ്റുഡന്റ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ (SFI) 1970 ഡിസംബർ 27 മുതൽ 30 വരെ തിരുവനന്തപുരത്ത് നടന്ന സമ്മേളനത്തിലാണ് രൂപീകൃതമായത്. ചൈനയിൽ രാജഭരണം അവസാനിപ്പിച്ച നേതാവ് സൺ യാത് സെൻ. ചൈനീസ് റിപ്പബ്ലിക്കിന്റെ സ്ഥാപകനായി അറിയപ്പെടുന്ന സൺ യാത് സെൻ ആണ് ചൈനയിൽ രാജഭരണം അവസാനിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത്. 1911-ലെ ഷിൻഹായ് വിപ്ലവത്തിന് അദ്ദേഹം നേതൃത്വം നൽകി. എന്തിൽ നിന്നാണ് വിസ്കി ഉൽപ്പാദിപ്പിക്കുന്നത്? ബാർലി. വിസ്കി സാധാരണയായി ബാർലി, ചോളം, റായി, ഗോതമ്പ് തുടങ്ങിയ ധാന്യങ്ങളിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ ധാന്യങ്ങൾ പുളിപ്പിച്ച് വാരിയെടുത്താണ് വിസ്കി നിർമ്മിക്കുന്നത്. പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയായ രാഷ്ട്രപതി ഭവൻ രൂപകൽപ്പന ചെയ്തത് എഡ്വിൻ ല്യൂട്ടൻസ്. ഇന്ത്യയുടെ രാഷ്ട്രപതി ഭവൻ ബ്രിട്ടീഷ് വാസ്തുവിദ്യയുടെ മകുടോദാഹരണമാണ്. എഡ്വിൻ ല്യൂട്ടൻസും ഹെർബർട്ട് ബേക്കറും ചേർന്നാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. തിരുവിതാംകൂറിലെ ആദ്യ വനിതാ നിയമസഭാംഗം മേരി പുന്നൻ ലൂക്കോസ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ വനിതാ നിയമസഭാംഗവും ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർജൻ ജനറലുമായിരുന്നു മേരി പുന്നൻ ലൂക്കോസ്. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ആദ്യത്തെ ഉച്ചകോടി 1961 നടന്ന സ്ഥലം ബെൽഗ്രേഡ്. 1961-ൽ ബെൽഗ്രേഡിൽ വെച്ചാണ് ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ആദ്യത്തെ ഉച്ചകോടി നടന്നത്. ജോസിബ് ബ്രൂസ് ടിറ്റോ, ജവഹർലാൽ നെഹ്റു, ഗമാൽ അബ്ദുൽ നാസർ എന്നിവരായിരുന്നു പ്രധാന സംഘാടകർ. ദ്വിഭരണ സമ്പ്രദായമനുസരിച്ച് 1938 ജൂണിൽ അധികാരമേറ്റ കൊച്ചിയിലെ ആദ്യത്തെ മന്ത്രി അമ്പാട്ട് ശിവരാമ മേനോൻ. കൊച്ചി രാജ്യത്ത് ദ്വിഭരണ സമ്പ്രദായം നിലവിൽ വന്നപ്പോൾ അമ്പാട്ട് ശിവരാമ മേനോൻ 1938 ജൂണിൽ ആദ്യത്തെ മന്ത്രിയായി ചുമതലയേറ്റു. ലാഹോറിനു പകരം ഡൽഹി തലസ്ഥാനമാക്കിയ അടിമവംശത്തിലെ സുൽത്താൻ
ഇൽത്തുമിഷ്. ഡൽഹി സുൽത്താനത്തിലെ അടിമവംശത്തിലെ പ്രമുഖ ഭരണാധികാരിയായിരുന്നു ഇൽത്തുമിഷ്. അദ്ദേഹം ലാഹോറിൽ നിന്ന് ഡൽഹിയിലേക്ക് തലസ്ഥാനം മാറ്റുകയും ഡൽഹിയെ ഒരു പ്രധാന രാഷ്ട്രീയ കേന്ദ്രമാക്കുകയും ചെയ്തു. മനുഷ്യ ശരീരത്തിലെ രസതന്ത്രശാല. കരൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവങ്ങളിലൊന്നാണ് കരൾ. നിരവധി ഉപാപചയ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാലും രാസപ്രവർത്തനങ്ങളിൽ പ്രധാന പങ്ക് വഹിക്കുന്നതിനാലും ഇതിനെ ശരീരത്തിലെ രസതന്ത്രശാല എന്ന് വിശേഷിപ്പിക്കുന്നു. തിരുനെല്ലി ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തി വിഷ്ണു. വയനാട് ജില്ലയിലെ പ്രശസ്തമായ ഒരു പുരാതന വിഷ്ണു ക്ഷേത്രമാണ് തിരുനെല്ലി ക്ഷേത്രം. ദക്ഷിണ കാശി എന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു. തിരു-കൊച്ചി നിയമസഭയുടെ ആദ്യത്തെ അധ്യക്ഷൻ ഇ.ടി.എം. വർഗീസ്. തിരുവിതാംകൂർ, കൊച്ചി സംസ്ഥാനങ്ങൾ സംയോജിപ്പിച്ച് തിരു-കൊച്ചി രൂപീകരിച്ചപ്പോൾ അതിന്റെ ആദ്യത്തെ നിയമസഭയുടെ അധ്യക്ഷനായി ഇ.ടി.എം. വർഗീസ് തിരഞ്ഞെടുക്കപ്പെട്ടു. പ്രസിഡന്റിന്റെ വെള്ളിമെഡൽ നേടിയ ആദ്യത്തെ മലയാള ചലച്ചിത്രം നീലക്കുയിൽ. 1954 പുറത്തിറങ്ങിയ നീലക്കുയിൽ എന്ന ചലച്ചിത്രമാണ് പ്രസിഡന്റിന്റെ വെള്ളിമെഡൽ നേടിയ ആദ്യത്തെ മലയാള ചലച്ചിത്രം. പി. ഭാസ്കരനും രാമു കാര്യാട്ടും ചേർന്നാണ് ഈ ചിത്രം സംവിധാനം ചെയ്തത്. ലൂണ്യു എന്ന ഗ്രന്ഥം ഏതു മതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൺഫ്യൂഷ്യനിസം. കൺഫ്യൂഷ്യസിന്റെ സിദ്ധാന്തങ്ങളും ഉപദേശങ്ങളും അടങ്ങിയ ക്ലാസിക് കൺഫ്യൂഷ്യൻ ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് അനലറ്റ്സ് ലൂണ്യു. കൺഫ്യൂഷ്യനിസത്തിന്റെ പ്രധാന പാഠമാണിത്. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി നീലം സഞ്ജീവ റെഡ്ഡി. 1969 രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിരുന്ന നീലം സഞ്ജീവ റെഡ്ഡിക്ക് സ്വന്തം പാർട്ടിയുടെ തന്നെ പിന്തുണ നഷ്ടപ്പെടുകയും വി. ഗിരിയോട് പരാജയപ്പെടുകയും ചെയ്തു. ഋഗ്വേദത്തിൽ ഇന്ദ്ര എന്ന വാക്ക് എത്ര പ്രാവശ്യമുണ്ട്? 250. പ്രാചീന വേദഗ്രന്ഥമായ ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെടുന്ന ദേവന്മാരിൽ ഒരാളാണ് ഇന്ദ്രൻ. അദ്ദേഹത്തെക്കുറിച്ച് ഏകദേശം 250 സൂക്തങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഗംഗയോട് ഗാന്ധിജി താരതമ്യപ്പെടുത്തിയ നേതാവ് ഗോപാലകൃഷ്ണ ഗോഖലെ. മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരുവായ ഗോപാലകൃഷ്ണ ഗോഖലെയെ ഗാന്ധിജി ഗംഗാനദിയോട് താരതമ്യം ചെയ്തു. ഗോഖലെയുടെ പരിശുദ്ധിയും അർപ്പണബോധവും ഇതിന് കാരണമായിരുന്നു. ഇന്നോവ ഏതുതരം ഉൽപ്പന്നമാണ്? ഓട്ടോമൊബൈൽ. ടൊയോട്ട കമ്പനിയുടെ ഇന്നോവ ഒരു ജനപ്രിയ മൾട്ടിപർപ്പസ് വാഹനമാണ്. ഇത് ഓട്ടോമൊബൈൽ വ്യവസായത്തിൽപ്പെടുന്നു. പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെട്ടത് ശങ്കരാചാര്യർ. അദ്വൈത വേദാന്തത്തിന്റെ പ്രധാന വക്താവായ ആദി ശങ്കരാചാര്യരെ ചില പണ്ഡിതന്മാർ പ്രച്ഛന്ന ബുദ്ധൻ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ തത്വങ്ങൾ ബുദ്ധമത ആശയങ്ങളുമായി ചില സാമ്യതകൾ പുലർത്തുന്നതുകൊണ്ടാണ് ഈ പേര് ലഭിച്ചത്. സത്യാഗ്രഹത്തിന്റെ ജന്മഭൂമി ദക്ഷിണാഫ്രിക്ക. മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ താമസിക്കുന്ന കാലത്താണ് വർണ്ണവിവേചനത്തിനെതിരെ സത്യാഗ്രഹം എന്ന ആശയം വികസിപ്പിച്ചത്. ഇന്ത്യയിലേക്ക് മടങ്ങിയതിനു ശേഷം അദ്ദേഹം ഇത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഉപയോഗിച്ചു. ഏറ്റവും കൂടുതൽ കാലം കേരള മുഖ്യമന്ത്രി ഇ.കെ. നായനാർ. 3 തവണ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി കെ. നായനാരാണ് ഏറ്റവും കൂടുതൽ കാലം ഈ പദവി വഹിച്ച വ്യക്തി. അദ്ദേഹത്തിന്റെ ഭരണം കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ പ്രധാനപ്പെട്ടതാണ്. LICയുടെ ആസ്ഥാനം മുംബൈ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയായ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ LIC ആസ്ഥാനം മുംബൈയിലാണ്. എമർജൻസി ഹോർമോൺ എന്നറിയപ്പെടുന്നത് അഡ്രിനാലിൻ. ഭയം, ദേഷ്യം, സമ്മർദ്ദം തുടങ്ങിയ സാഹചര്യങ്ങളിൽ ശരീരം ഉത്പാദിപ്പിക്കുന്ന ഹോർമോണാണ് അഡ്രിനാലിൻ. ഇത് ഹൃദയമിടിപ്പ് വർദ്ധിപ്പിക്കുകയും ശരീരത്തെ പോരാടുക അല്ലെങ്കിൽ ഓടുക എന്ന അവസ്ഥയിലേക്ക് ഒരുക്കുകയും ചെയ്യുന്നു. എല്ലാ നിറങ്ങളെയും പ്രതിഫലിപ്പിക്കുന്ന പ്രതലം ഏത് നിറത്തിൽ കാണപ്പെടുന്നു? വെളുപ്പ്. ഒരു വസ്തു എല്ലാ നിറങ്ങളെയും പ്രതിഫലിപ്പിക്കുകയാണെങ്കിൽ അത് വെളുത്ത നിറത്തിൽ കാണപ്പെടുന്നു. നേരെമറിച്ച് എല്ലാ നിറങ്ങളെയും ആഗിരണം ചെയ്യുകയാണെങ്കിൽ അത് കറുത്ത നിറത്തിൽ കാണപ്പെടുന്നു.
ഏറ്റവും കൂടുതൽ ചിറകുവിരിക്കുന്ന പക്ഷി ആൽബട്രോസ്. ലോകത്തിലെ ഏറ്റവും വലിയ ചിറകുകളുള്ള പറക്കുന്ന പക്ഷികളാണ് ആൽബട്രോസുകൾ. ഇവയ്ക്ക് 10 അടിയിലധികം ചിറകുകൾ വിരിക്കാൻ കഴിയും. ദക്ഷിണേഷ്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രാജ്യം ബംഗ്ലാദേശ്. 1971-ൽ പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ ബംഗ്ലാദേശ് ദക്ഷിണേഷ്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രാജ്യങ്ങളിൽ ഒന്നാണ്. എന്തിന്റെ ആവരണമാണ് പെരികാർഡിയം? ഹൃദയം. ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്തരമുള്ള ഒരു സഞ്ചിയാണ് പെരികാർഡിയം. ഇത് ഹൃദയത്തെ സംരക്ഷിക്കുകയും ഹൃദയമിടിപ്പ് സുഗമമാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു.